നമ്മുടെ ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് 50% ഓഫ് അവർ ഫുഡ് ഷുഡ് ബി ഫ്രം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഐഡിയലി ഒരു റിഫൈൻഡ് ഓയിലായിട്ടുള്ള ഏത് സ്നാക്സ് കഴിച്ചു കഴിഞ്ഞാലും അത് ക്യാൻസർ റിസ്ക് ഉള്ളതാണ്. പ്രോപ്പറായിട്ടുള്ള ഒരു ഉറക്കം കൊണ്ട് നമുക്ക് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് ഡിസ്ക്ലോസ് ചെയ്യാൻ ഭയങ്കര മടിയുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ എല്ലാ പഠനങ്ങളിലും തെളിഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 95% ക്യാൻസറുകളും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഘടകങ്ങൾ മൂലം ഉണ്ടാകുന്ന ക്യാൻസറുകളാണ്. പക്ഷേ എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ട് വീണ്ടും വന്ന് ടെസ്റ്റ് ചെയ്യുക ഒരു ക്യാൻസർ ഫിയർ ആയിട്ട് തന്നെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ നമുക്ക് ഓക്കെ സർജറി കഴിഞ്ഞു പൊക്കോളൂ ഇനി വരണ്ട എന്ന് പറഞ്ഞ് പോകാൻ കഴിയില്ല. NABH accredited ആയിട്ടുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ with 40 specialty in all medical disciplines with more than 300 beds. With advanced technology, expert doctors and modern infrastructure, SK Hospitals, touching human lives. ഡോക്ടർ, ഒരു ഓങ്കോളജിസ്റ്റിന് അടുത്ത് കിട്ടുമ്പോൾ ചോദിക്കാൻ താല്പര്യമുള്ള ആദ്യത്തെ കാര്യം, ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്തു എന്ന് അറിയുമ്പോൾ ആദ്യം ഉള്ളിലേക്ക് വരുന്നൊരു വാക്ക്, എനിക്ക് തോന്നുന്നു ഒരു വലിയ ഭൂരിപക്ഷത്തിനും ഉള്ളിലേക്ക് വരുന്ന വാക്ക് ഭയം എന്നുള്ളത് തന്നെയായിരിക്കും. അതുകൊണ്ട് ചോദിക്കട്ടെ, എത്രത്തോളം നമ്മുടെ കയ്യിലുണ്ട് ഒരു ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ? ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റ് തന്നെ ചോദിക്കട്ടെ, ഇത് തടയാൻ നമ്മുടെ കയ്യിൽ, ആരോഗ്യമുള്ളൊരു വ്യക്തിയുടെ കയ്യിൽ എത്രത്തോളം കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അതൊന്ന് പറയാമോ? ക്യാൻസറിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ക്യാൻസറിനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതാ ഘടകങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഘടകങ്ങളുണ്ട്, നിയന്ത്രിക്കാൻ കഴിയാത്ത ഘടകങ്ങളുണ്ട്. അപ്പോൾ എല്ലാ പഠനങ്ങളിലും തെളിഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 95% ക്യാൻസറുകളും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഘടകങ്ങൾ മൂലം ഉണ്ടാകുന്ന ക്യാൻസറുകളാണ്. ബാക്കി 5% താഴെ ക്യാൻസർ മാത്രമേ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഘടകങ്ങളായിട്ടുള്ളൂ. ഈ 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രായം, ഇപ്പോൾ പ്രായം കൂടുന്തോറും വരുന്ന ക്യാൻസറുകളുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിലും സ്ത്രീകളിൽ യങ്ങറായിട്ടുള്ള സ്ത്രീകളിലെക്കാട്ടിയും കൂടുതൽ ക്യാൻസർ വരാൻ സാധ്യത പ്രായം ചെന്ന ഒരു സ്ത്രീക്കായിരിക്കും. അതുപോലെ നമ്മുടെ ജെൻഡർ, ഫീമെയിൽസിൽ കൂടുതലായി കണ്ടുവരുന്ന ക്യാൻസറുണ്ട്, മെയിൽസിൽ കൂടുതലായി കണ്ടുവരുന്ന ക്യാൻസറുണ്ട്. അത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുമോ? ഇല്ല, നമ്മുടെ ജെൻഡറാണ്, അപ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അതുപോലെ നമ്മുടെ ഫാമിലി ഹിസ്റ്ററി, നമ്മുടെ വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ നമ്മുടെ വല്യമ്മയ്ക്കോ പേരമ്മയ്ക്കോ ആർക്കെങ്കിലുമൊക്കെ ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ ഇപ്പോൾ പ്രായം, ജെൻഡർ, ഏജ്, നമ്മുടെ ഫാമിലി ഹിസ്റ്ററി ഓഫ് ക്യാൻസർ, ഇതെല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഘടകങ്ങളല്ല. പക്ഷേ ഇതൊരു 5% താഴെ മാത്രമേ വരുന്നുള്ളൂ. ബാക്കി 95% ഘടകങ്ങളും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഘടകങ്ങളാണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ബോഡി ഫിറ്റ്നസ്, ശരീരഭാരം; 2 നമ്മുടെ ശാരീരിക പ്രവർത്തനക്ഷമത, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി; 3 നമ്മുടെ ഹാബിറ്റ്സ്, അത് നമുക്ക് ഇപ്പോൾ ഉറക്കമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ നമ്മുടെ ശീലങ്ങൾ, ഇപ്പോൾ സ്മോക്കിംഗ്, ആൽക്കഹോളിസം മുതലായുള്ള ശീലങ്ങൾ. പിന്നെ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഓക്കെ, നമ്മുടെ ബോഡി വെയ്റ്റ് നമ്മൾ കൺട്രോൾ ചെയ്തു, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, എക്സർസൈസ് നമ്മൾ കൺട്രോൾ ചെയ്തു, നമ്മുടെ ഡയറ്റ് നമ്മൾ കൺട്രോൾ ചെയ്തു, നമ്മുടെ ഹാബിറ്റ്സ് നമ്മൾ കൺട്രോൾ ചെയ്തു, ഓക്കെ നമ്മൾ ഈ സ്മോക്കിംഗ് നിർത്തി, പുകവലി നിർത്തി, മദ്യപാനം നിർത്തി, എന്നിരുന്നാലും ചിലപ്പോൾ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് എയർലി ഡിറ്റക്ഷൻ, നമുക്ക് സ്വയം പരിശോധനയിലൂടെ ക്യാൻസറിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ടോ നമ്മുടെ ശരീരത്തിൽ എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഈ 95% ഘടകങ്ങളും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും ക്യാൻസർ. അപ്പോൾ ഈ ഘടകങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് തന്നെ നമുക്ക് 95% ക്യാൻസർ ഇൻസിഡൻസും തടയാൻ കഴിയും. അപ്പോൾ അത് എങ്ങനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഡോക്ടർ, നമ്മൾ ഈ പൊറോട്ട, ബീഫൊക്കെ നമ്മുടെ ഒരു ഭയങ്കര ഇഷ്ടഭക്ഷണം പോലെ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. അതിന് മാറ്റം വരുന്നുണ്ട്. ഡോക്ടർ, ഈ ഡയറ്റ് ഒന്ന് ഒറ്റവാക്കി പറഞ്ഞു ഒന്ന് വിശദീകരിക്കാമോ? ഈ ഭക്ഷണം നമുക്ക് എങ്ങനെയാവും ക്രമീകരിക്കാൻ പറ്റുക? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിരമിഡ് പോലെയാണ്. നമ്മുടെ ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് 50% ഓഫ് അവർ ഫുഡ് ഷുഡ് ബി ഫ്രം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഐഡിയലി അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിലെ 50% ഭക്ഷണവും പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ബാക്കി ഒരു 25% മാത്രമേ നമ്മുടെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം, അത് പാലായിക്കൊള്ളട്ടെ, മാംസം, മുട്ട മുതലായുള്ള ഒരു 25% ഭക്ഷണവും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക. ബാക്കി 25% ഏറ്റവും കുറച്ച് ഫാക്ടർ മാത്രമേ അന്നജം, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കാവുള്ളൂ. അതാണ്. പക്ഷേ നമ്മുടെ ഫുഡ് പിരമിഡ് ഒരു ഉൾട്ടയാണ്. നമ്മൾ ഈ കഴിക്കുന്നത് നേരെ തിരിച്ചാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന അന്നജം അടങ്ങിയ ഭക്ഷണം. ചോറെല്ലാം നമുക്ക് പറ്റില്ല അല്ലേ. ചോറ്, ദോശ, നമ്മൾ ഓൾട്ടർനേറ്റീവായി കഴിക്കുന്നത് ചപ്പാത്തിയാണ്. അതും ശരിക്കും കാർബാണ്. അതെ, കാർബാണ്. പക്ഷേ എന്നാലും റിലേറ്റീവ്ലി റൈസിനെക്കാട്ടിയും ഇത്തിരിയും കൂടെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമാണ് വീറ്റ്. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ഓക്കെ, വീറ്റ് റിലേറ്റീവ്ലി ബെറ്റർ ആണെന്ന് പറയാം. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിൽ നമുക്ക് ഈ പറഞ്ഞ കാർബ്സ് ആണ് നമ്മുടെ ഭക്ഷണം. രാവിലെ ആണെങ്കിൽ ദോശ, ഉച്ചയ്ക്കാണെങ്കിൽ ചോറ്, രാത്രിയാണെങ്കിലും ദോശയോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കഴിക്കുന്ന മൊത്തം ചായ, വീണ്ടും അഗെയിൻ അതിൽ വിത്ത് ഷുഗർ ആയിരിക്കാം പലപ്പോഴും, അല്ലെങ്കിൽ സ്നാക്സ്, ഓയിൽസ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ പിരമിഡിനെ നേരെ റീകൺസ്ട്രക്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഇപ്പോൾ ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാർ നമ്മൾ ശീലിച്ച ഭക്ഷണം. അപ്പോൾ നമുക്കിതിനെ ഒരു പരിധി വരെ എങ്ങനെ മറികടക്കാമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിനകത്തോട്ട് കുറച്ച്
സലാഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് നമുക്ക് പ്രാക്ടിക്കലി പറ്റുന്നത്. ഇപ്പോൾ ചോറ് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, വീട്ടിൽ നിന്ന് ചോറ് കഴിക്കുന്നതാണെങ്കിൽ കുറച്ച് ക്യാരറ്റും വെള്ളരിക്കയൊക്കെ ഡൈനിങ് ടേബിളിൽ വെട്ടി വെച്ചേക്കുക സ്നാക്സ് പോലെ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനിങ് ടേബിളിൽ കുറച്ച് ക്യാരറ്റോ സലാഡോ എല്ലാം വെള്ളരിക്കയൊക്കെ വെട്ടി വെച്ചേക്കുക, സ്നാക്സ് പോലെ ചെറുതായിട്ട് കഴിക്കുക, ഭക്ഷണത്തിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. ഇപ്പോൾ പുറത്ത് നമ്മൾ ചോറ് കൊണ്ടുപോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും നമ്മുടെ ചോറ്റ് പാത്രത്തിനകത്ത് കുറച്ച് ഇതേപോലത്തെ സലാഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യമാണ് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ പിരമിഡ് നമുക്ക് നേരെ ഉൾട്ടയാക്കാൻ കഴിയില്ലെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക. ഒരു ബോധപൂർവ്വം ഒരു കോൺഷ്യസ് ആയിട്ടുള്ളൊരു എഫർട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഇടുക എന്നുള്ളതാണ് നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. ഡോക്ടർ, അതുപോലെ ഈ ഓരോ ജംഗ്ഷനിലും ചായക്കടയുള്ളൊരു നാട്ടിലാണ് നമ്മളുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ചോദിക്കണമെന്ന് തോന്നിയിട്ടുള്ളൊരു ഡൗട്ടാണ്, ഈ ഒരിക്കൽ ഉപയോഗിച്ച എണ്ണ പിന്നെയും ഉപയോഗിക്കുന്നത് ക്യാൻസറിന് കാരണമാകുമെന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു സത്യാവസ്ഥ അല്ലെങ്കിൽ യാഥാർത്ഥ്യം? അതെ, ഓഫ് കോഴ്സ്. നമുക്ക് എപ്പോഴും ഒരു റിഫൈൻഡ് ഓയിലായിട്ടുള്ള ഏത് സ്നാക്സ് കഴിച്ചു കഴിഞ്ഞാലും അത് ക്യാൻസർ റിസ്ക് ഉള്ളതാണ്. ഫ്രീ റാഡിക്കൽ ഡാമേജ് ഒത്തിരി കൂട്ടാവുന്ന ഒരു ഭക്ഷണം തന്നെയാണ് ഈ ഓയിലി ആയിട്ടുള്ള ഭക്ഷണം. ഇതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും അതിൻ്റെ കൂടെ നമ്മൾ വളരെ നിസ്സാരം, ഓക്കെ ഇത് കാര്യമായിട്ടൊന്നും കഴിക്കുന്നില്ല എന്ന് കരുതുന്ന സ്നാക്സ്, അത് നമ്മൾ ഇപ്പോൾ ഈ സ്ഥിരമായി ഈ കടകളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. 1-2 ആയിരിക്കില്ല കഴിക്കുന്നത് സ്നാക്സ് പലപ്പോഴും. നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ കാരണം ഒരു 30 സ്നാക്സ് നമുക്കിങ്ങനെ റെഡിയാക്കി ഇരിക്കുന്നുണ്ടാവും അതിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യാം. സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഡ്രസ്സ് കടയിൽ ചൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ചൂസ് ചെയ്യാം ഇതിലേത് സ്നാക്സ് എടുക്കണം എന്നുള്ളത്. അപ്പോൾ ആദ്യം ഒരു സമോസ എടുക്കാൻ തോന്നും, പിന്നെ വേറെ എന്തെങ്കിലും കഴിക്കാൻ തോന്നും. അങ്ങനെ ഞാൻ ഉൾപ്പെടെ നമ്മുടെ മനസ്സിൽ ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യാന്ന്. അതെ. അപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ നേരിടുന്ന ഒരു ചലഞ്ചാണ്. അപ്പോൾ അത് എത്രത്തോളം 5 സ്നാക്ക് എടുക്കാൻ തോന്നും അല്ലെങ്കിൽ 3 എടുക്കാൻ തോന്നുന്നിടത്ത് 2 ആക്കുക എന്നുള്ളതാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ട ചലഞ്ച്. നമ്മൾ അറിയാണ്ട് നമ്മുടെ ഉള്ളിലോട്ട് പോകുന്ന കാർബ്സ് തന്നെയാണ് ഇതെല്ലാം. ഭക്ഷണമായിട്ട് തന്നെ കൂട്ടാം, നമ്മൾ അറിയുന്നില്ല. നമ്മൾ കരുതുന്ന തീരെ ചെറിയ ഒരു സ്നാക്കല്ലേ എന്ന് കരുതും. പക്ഷേ അതും ഈ പറഞ്ഞ നമ്മുടെ ക്യാൻസർ റിസ്ക് കൂട്ടുന്ന ഘടകം തന്നെയാണ് ഈ കാർബ്സും ഓയിലും എല്ലാം. ഡോക്ടർ, അതുപോലെ ഞാൻ അടുത്തിടെ ഒരു ഇൻ്റർവ്യൂവിനിടയിൽ കേട്ടതാണ്, അതായത് നമ്മൾ അലസരായിരിക്കുക, ശരീരത്തെ ആക്റ്റീവാക്കി വെക്കാണ്ടിരിക്കുക എന്നുള്ളത് പുകവലിയോളം തന്നെ റിസ്ക് പിടിച്ചൊരു കാരണമാണ് എന്ന് കേട്ടു, അല്ലെങ്കിൽ ശരീരത്തിന് അസുഖങ്ങൾ വരുത്താൻ. അത് ക്യാൻസറിന് എത്രത്തോളം ആപ്ലിക്കബിളാണ്? ക്യാൻസറിന് ഞാൻ ഈ ഏറ്റവും ആദ്യം പറഞ്ഞ ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ് ഫിസിക്കൽ ആക്ടിവിറ്റി. ഫിസിക്കൽ ആക്ടിവിറ്റി ശരിക്കും WHO പറയുന്ന പ്രകാരമാണെങ്കിൽ ദിവസം 30 മിനിറ്റ് നടക്കുക. ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും അങ്ങനെ നടക്കുക. അത് മൊത്തത്തിൽ ആഴ്ചയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 150 മിനിറ്റ് ബ്രിസ്ക് എയ്റോബിക് ആക്ടിവിറ്റി, ദ്രുതഗതിയിലുള്ള വ്യായാമം, അല്ലെങ്കിൽ ഒരു 75 മിനിറ്റ്സ് ഓഫ് സിവിയർ എക്സർസൈസ്. അതായത് ദിവസം ഒരു 15 മിനിറ്റ്, ഒന്നിൽ 15 മിനിറ്റ്, എല്ലാ ദിവസവും 15 മിനിറ്റ് വളരെ, അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് വളരെ എഫർട്ട്ഫുൾ അല്ലാത്ത സാധാരണ രീതിയിലുള്ള വ്യായാമം ചെയ്യുക, നടത്തയോ ജോഗിങ്ങോ പോലുള്ള എക്സർസൈസ് ചെയ്യുക. അപ്പോൾ ഈ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് അല്ലേ, BMI WHO നിഷ്കർഷിക്കുന്ന ലെവൽസിനകത്ത് കീപ്പ് ചെയ്യാൻ കഴിയും. അങ്ങനെ ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യുന്ന വഴി ഒരു പരിധി വരെ ബാക്കിയുള്ള ഒട്ടനവധി ക്യാൻസർസിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. ഡോക്ടർ, അതുപോലെ ഈ എക്സ്പീരിയൻസ് എന്നൊക്കെ അറിയാൻ വേണ്ടി ആഗ്രഹമുള്ളതാണ്. ഡോക്ടറോട് പറയുകയാണ്, ഒരു ഗോൾഡൻ ഹാബിറ്റ് തിരഞ്ഞെടുക്കൂ നിങ്ങൾ പാലിക്കുമെന്ന് പറയാൻ ഒരു ഗോൾഡൻ ഹാബിറ്റ് പറഞ്ഞാൽ എന്തായിരിക്കും ഡോക്ടർക്ക് പറയാൻ? ഫിസിക്കൽ ആക്ടിവിറ്റി തന്നെ ആയിരിക്കും, നമ്മുടെ വ്യായാമം തന്നെ ആയിരിക്കും. കാരണം അതിന് ഈ ക്യാൻസർ റിസ്ക് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതിനെക്കാട്ടി ഉപരി നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റർ തന്നെയാണത്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സും ഉണ്ട്. ഓഫ് കോഴ്സ് ഒബിസിറ്റിയെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അത് മൂലം ഉണ്ടാകുന്ന ഇപ്പോൾ ക്യാൻസേഴ്സ്, കോളൺ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ മൂലം കുറേ ബ്രസ്റ്റ് ക്യാൻസർ എല്ലാം ഒബിസിറ്റി ഒരു വളരെ വലിയൊരു. അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ മടിയുള്ളൊരു കാര്യം നമ്മൾ ചെയ്തു എന്നറിയുമ്പോൾ നമ്മുടെ ബ്രെയിനിന് കിട്ടുന്നൊരു ഡോപ്പമിൻ സർജ് ഉണ്ട്. അപ്പം നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഓവറോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ തന്നെ ബാധിക്കുന്ന, നമ്മുടെ ആക്ടിവിറ്റി, നമ്മുടെ ഓഫീസ് വർക്കിലാണെങ്കിലും എവിടെ നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ്, അതിൻ്റെ ഒരു ബൂസ്റ്ററാണ്. അപ്പോൾ ഓഫ് കോഴ്സ് എൻ്റെ സജഷൻ ഫിസിക്കൽ ആക്ടിവിറ്റി തന്നെ ആയിരിക്കും. അതുപോലെ ഡോക്ടർ, ഉറക്കത്തിന് എത്ര പ്രാധാന്യമുണ്ട് നമ്മുടെ ഒരു ശരീരത്തിലെ ഈ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അത് വരാതിരിക്കുന്നതിനോ ഉറക്കം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന്? ഓഫ് കോഴ്സ് ഉറക്കം ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ബോഡിക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. ഈ ഇമ്മ്യൂൺ സിസ്റ്റം ഏറ്റവും ആക്റ്റീവ് ആവുന്നത് ഉറങ്ങുന്ന സമയത്താണ്. അപ്പോൾ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കോശങ്ങളുണ്ട്, സെൽസ് ഉണ്ട്, നാച്ചുറൽ കില്ലർ സെൽസ്, NK സെൽസ്. അപ്പോൾ ഈ നാച്ചുറൽ കില്ലർ സെൽസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഫോറിൻ ബോഡീസ് ഉണ്ടോ, ക്യാൻസർ സെൽസ് ഉണ്ടോ, ഇവ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവയെ അപ്പോൾ ഇത് ഏറ്റവും ആക്റ്റീവ് ആവുന്നത് ഈ പറഞ്ഞ പോലെ ഉറക്കത്തിലാണ്. അപ്പോൾ ഉറക്കക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്റ്റീവ് ആവുന്നില്ല, ഇമ്മ്യൂൺ സർവൈലൻസ് ആക്റ്റീവ് ആവുന്നില്ല, ഈ നാച്ചുറൽ കില്ലർ സെൽസ് ആക്റ്റീവ് ആവുന്നില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫോറിൻ ബോഡീസോ ക്യാൻസർ സെൽസോ എന്തെങ്കിലും നമ്മുടെ DNA എന്തെങ്കിലും വ്യതിയാനമുള്ള ഏതെങ്കിലും കോശങ്ങളുണ്ടെങ്കിലോ അവയൊന്നും ഡിസ്ട്രോയ് ചെയ്യാൻ കഴിയുന്നില്ല.
അപ്പോൾ നാച്ചുറലി നമ്മളൊരു ഇമ്മ്യൂണിറ്റി നമ്മുടെ കുറഞ്ഞ രീതിയിൽ നമുക്ക് ഈ സെൽസിൻ്റെ ആക്ടിവിറ്റിയും ക്യാൻസർ റിസ്ക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിലും ഇരുണ്ട മുറിയിൽ ഉറങ്ങുക എന്ന് പറയും. അപ്പോൾ ഈ ഇരുട്ടുള്ളപ്പോഴാണ് ഏറ്റവും കൂടുതൽ ശരീരത്തിൽ മെലറ്റോണിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഉൽപ്പാദിപ്പിക്കുന്നത്. മെലറ്റോണിൻ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പം ഈ മെലറ്റോണിൻ കാരണവും നമുക്ക് ഒരു ആൻറ്റി ക്യാൻസർ ആക്ടിവിറ്റി നമുക്ക് നേടാൻ കഴിയും. മൂന്നാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ലീപ്പ് ഹൈജീൻ കറക്റ്റ് ഒരു 7 തൊട്ട് 8 മണിക്കൂർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് എണീക്കുക, അങ്ങനെ ഒരു സ്ലീപ്പ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഈ നമ്മുടെ ഈ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നു, മെലറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നു, കറക്റ്റ് സമയത്ത് സ്ലീപ്പ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സ് കൊണ്ട് തന്നെ ഉറക്കം, പ്രോപ്പറായിട്ടുള്ള ഒരു ഉറക്കം കൊണ്ട് നമുക്ക് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും ഒരു പരിധി വരെ. ഡോക്ടർ, ഇനി എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു നഷ്ടത്തിൽ നിന്ന് തന്നെ ചോദിക്കട്ടെ. എൻ്റെ ഒരു അടുത്ത സുഹൃത്തൊക്കെ ഇപ്പോൾ കോളൻ ക്യാൻസർ വന്നിട്ട് മരിച്ചു പോവുകയുണ്ടായി. അപ്പോൾ അതൊന്നും അറിയാൻ താല്പര്യമുണ്ട്. അതുപോലെ ഒരുപാട് പേർക്ക് ഇപ്പോൾ കേട്ടിട്ടുമുണ്ട് കോളൻ ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ. അപ്പോൾ എന്താണ് ശരീരം കോളൻ ക്യാൻസറിന് വേണ്ടി കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ, നമ്മൾ അവഗണിക്കരുത് എന്ന് തോന്നുന്ന ലക്ഷണങ്ങളെന്ന് പറയാമോ? കോളൻ ക്യാൻസറിന് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വയറുമായി ബന്ധപ്പെട്ടുള്ള ആൾട്ടേർഡ് ബവൽ ഹാബിറ്റ്സ്, അതായത് വയറിളക്കം, മലബന്ധം, മലത്തിൽ കൂടെ രക്തത്തിൻ്റെ അംശം, പിന്നെ പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ ഒരു വിശപ്പില്ലായ്മ, കുറച്ച് നാളായിട്ട് ഉണ്ടാകുന്ന ഒരു വിശപ്പില്ലായ്മ, പെട്ടെന്ന് ശരീരഭാരം കുറയുക, ശരീരം മെലിയുക തുടങ്ങിയ ലക്ഷണങ്ങളാണ് ഇപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ടോ അവയെല്ലാം കോളൻ ക്യാൻസറിൻ്റെ റിസ്ക് ഫാക്ടേഴ്സാണ്. ഇപ്പോൾ സ്മോക്കിംഗ് വളരെ വലിയൊരു റിസ്ക് ഫാക്ടറാണ്, ആൽക്കഹോളിസം റിസ്ക് ഫാക്ടറാണ്, ഹൈ ഡെൻസ് ഫുഡ്സ്, എനർജി ഡെൻസ് ഫുഡ്സ്, ഇവയെല്ലാം കോളൻ ക്യാൻസറിൻ്റെ ഒരു റിസ്ക് ഫാക്ടേഴ്സാണ്. സോഫ്റ്റ് ഡ്രിങ്ക്സ്, വെറും വയറ്റിൽ ഒത്തിരി ഭക്ഷണം കഴിക്കുക, അതെല്ലാം കോളൻ ക്യാൻസറിന് വളരെയധികം റിസ്ക് കൂട്ടുന്ന കാര്യങ്ങളാണ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഫൈബർ റിച്ച് ഫുഡ്സ്, ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ. ഡോക്ടർ, അതുപോലെ തന്നെ ഈ കോളൻ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട്? ഇത് ട്രീറ്റബിൾ ആണോ എന്ന് ചോദിച്ചാൽ എന്താണ് മറുപടി? ഓഫ് കോഴ്സ് ട്രീറ്റബിൾ ആണ്. ഇപ്പോൾ ഒരു 4 സ്റ്റേജ് കോളൻ ക്യാൻസർ പോലെ ഇപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു കുടലിലൊരു ക്യാൻസർ ഉണ്ട്, അത് കരളിലോട്ട് പടർന്നേക്കുന്നു, ലിവറിലോട്ട് പടർന്നേക്കുന്നു, അത് 1-2 മുഴ മാത്രമായിട്ട് പടർന്നിട്ടുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ കരളിലുള്ള മുഴയും നമുക്ക് സർജറി ചെയ്ത് നീക്കം ചെയ്യാം. അതായത് പടർന്ന് പോയേക്കുന്ന കുടലിലെ ഒറിജിനലായിട്ട് കുടലിലുണ്ടായിരുന്ന മുഴയും അതോടൊപ്പം തന്നെ കരളിലോട്ട് പടർന്നിരിക്കുന്ന മുഴയും നമുക്ക് സർജറി ചെയ്ത് നീക്കം ചെയ്യാവുന്ന ട്രീറ്റ്മെൻറ്റ് ഇന്ന് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ അവിടോട്ട് കുറച്ച് ഇപ്പോൾ ഒരു 4 സ്റ്റേജ് കോളൻ ക്യാൻസറിനെ പോലും ട്രീറ്റ് ചെയ്യാൻ കഴിയുന്ന, പണ്ട് കാലത്ത് പ്യുവർലി പാലിയേറ്റീവ് എന്ന് കരുതിയിരുന്ന, അതായത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ല, അസുഖത്തിൻ്റെ പുരോഗതി, അസുഖത്തിൻ്റെ വളർച്ചയുടെ വേഗത നിയന്ത്രിക്കാൻ വേണ്ടി ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ മാറിയിട്ട് ഒരു 4 സ്റ്റേജ് ക്യാൻസർ ആണെങ്കിൽ പോലും നമുക്ക് പ്യുവർലി ക്യൂറേറ്റീവായിട്ട് അസുഖത്തെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന രീതിയിലോട്ട് നമുക്ക് ചികിത്സ ഇപ്പം അവൈലബിൾ ആണ്. അത് തന്നെ ഈ പറഞ്ഞ പോലെ സർജറി ആയിട്ട് മുന്നോട്ട് പോകാം, റേഡിയേഷനായിട്ട് മുന്നോട്ട് പോകാം, കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി തുടങ്ങിയ ഒട്ടനവധി ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. ഡോക്ടർ, അതുപോലെ ഇപ്പോൾ ഒരുപാട് കേട്ട് വരുന്നതാണ് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പുരുഷന്മാരിൽ. ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട ഒരു ക്യാൻസറാണോ അതോ മറ്റേതെങ്കിലും ഘടകങ്ങളാണോ ഇതിലേക്ക് നയിക്കുന്നത്? അതൊന്ന് പറയാമോ? പ്രോസ്റ്റേറ്റ് ക്യാൻസറും ലൈഫ് സ്റ്റൈൽ തീരെ ചെറിയ ബന്ധമുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അത് പ്രായത്തിൻ്റേതായിട്ടുള്ള അസുഖമാണ്. അതായത് പ്രായം കൂടുന്തോറും പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇപ്പോൾ ഒരു 100 പേരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 70-75 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു പോപ്പുലേഷൻ 100 പേരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു 5 തൊട്ട് 10 വരെയുള്ള ആൾക്കാർക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കാണാം. പക്ഷേ പലരും അതിൻ്റെ ലക്ഷണങ്ങളില്ലാത്തത് കൊണ്ട് അതറിയാതെ ജീവിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കാര്യമായി ബുദ്ധിമുട്ടിക്കുന്ന ഒരു അസുഖമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഉടനെ ലക്ഷണങ്ങളില്ലാത്ത ഒരാൾക്ക് നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ സ്ക്രീൻ ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളൊരാവശ്യം പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ ലൈഫ് സ്റ്റൈലുമായിട്ട് വലിയ ബന്ധമില്ലാത്ത പ്രായം കൂടുന്തോറും, കാരണം പുരുഷ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ട്. ആ ടെസ്റ്റോസ്റ്റിറോൺ ഒത്തിരി നാളായിട്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ആക്ട് ചെയ്തിട്ട് അതിലെ കോശങ്ങളിലെ രൂപവ്യത്യാസം ഉണ്ടാക്കി ക്യാൻസർസ് ആക്കിയിട്ടാണ് അതിലൊരു ക്യാൻസറായി ഡെവലപ്പ് ചെയ്ത് മാറുന്നത്. അപ്പോൾ ഒരു 30-35 വയസ്സുള്ള ഒരാൾക്ക് ഉണ്ടാകുന്ന അത്രയും ഹോർമോൺ ലെവൽസ് ആയിരിക്കില്ല ഒരു 70-75 വയസ്സോ 80 വയസ്സോ ഉള്ള ഒരാൾക്ക്. അപ്പോൾ അത്രയും നാളത്തെ ഒരു ക്യുമുലേറ്റീവായിട്ടുള്ളൊരു ഹോർമോൺ എക്സ്പോഷർ ഉണ്ടാകും അല്ലേ. ഒരു 40, 50, 60 വർഷമായി അയാളുടെ ശരീരത്തിലുണ്ടാകുന്ന ആ ഹോർമോൺ എക്സ്പോഷർ, പ്രോസ്റ്റേറ്റിനുണ്ടാകുന്ന ആ ഒരു ഹോർമോൺ എക്സ്പോഷറാണ് ആ ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസറാക്കി മാറ്റുന്നത്. അപ്പോൾ പ്രായത്തിൻ്റെ അസുഖം എന്ന് നമുക്ക് പറയാവുന്ന ഒരു അസുഖമാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ഡോക്ടർ, നമ്മളിത് പ്രായത്തിൻ്റെ അസുഖമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റുമായി വരുന്ന എല്ലാവർക്കും ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടോ? അപ്പോൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് വരുന്നതെങ്കിൽ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എങ്ങനെയാണ് തയ്യാറാക്കാൻ? എല്ലാ പ്രോസ്റ്റേറ്റ് ക്യാൻസറും ചികിത്സിക്കേണ്ടതില്ല.
ഏർലി സ്റ്റേജ് ലോ റിസ്ക് ആയിട്ടുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോളോ അപ്പിൽ വേണമെങ്കിലും വെക്കാം. അപ്പോൾ മറ്റേതെങ്കിലും ക്യാൻസർ കേട്ടിട്ടുണ്ടോ? ഓക്കെ, എനിക്ക് ക്യാൻസർ ആണ് എന്ന് അറിഞ്ഞു, ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്യപ്പെട്ടു, അത് കഴിഞ്ഞ ശേഷം ഓക്കെ ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട, നമുക്ക് നോക്കാം എന്ന് പറയാനായിട്ട് വേറൊരു ക്യാൻസറിനും കഴിയില്ല. പക്ഷേ പ്രോസ്റ്റേറ്റ് ക്യാൻസറിലെ ഏർലി സ്റ്റേജ് ആയിട്ടുള്ള ലോ റിസ്ക് ആൾക്കാർക്ക് നമുക്ക് 3-4 ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് കൊടുക്കാം. ഒന്നുകിൽ നമുക്ക് ഉടനെ റേഡിയേഷൻ എടുക്കാമെന്ന് പറയാം, അല്ലെങ്കിൽ ഉടനെ സർജറി ചെയ്യാമെന്ന് പറയാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാവുന്ന കാര്യമാണ്, ഓക്കെ ഒരു PSA എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഫോളോ അപ്പിലിരിക്കാം. ഒരു 3 മാസം കൂടുന്തോറും PSA ടെസ്റ്റ് ചെയ്യുക. എപ്പോഴെങ്കിലും PSA ലെവൽ ക്രമാതീതമായി കൂടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇപ്പോൾ എല്ലാ പഠനങ്ങളിലും തെളിഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് PSA ടെസ്റ്റ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു, 3 മാസം കൂടുന്തോറും ചെയ്തുകൊണ്ടിരിക്കുന്നു, എപ്പോഴെങ്കിലും അത് ക്രമാതീതമായി കൂടുന്നു, അപ്പോഴും മാത്രം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്കും ഇമ്മീഡിയറ്റ്ലി ഉടനെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്കും ഈ 2 കാറ്റഗറി ഓഫ് ആൾക്കാർക്കും ഒരേ ആയുർദൈർഘ്യമാണെന്ന് എല്ലാ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഏർലി സ്റ്റേജുള്ള ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ, വളരെ ലോ റിസ്കിൽ ഇരിക്കുന്ന ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആക്റ്റീവ് സർവൈലൻസ് എന്ന് പറയുന്ന ഈ പറഞ്ഞ ഒരു PSA ടെസ്റ്റ് വെച്ചിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കാം, ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ തന്നെ. ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ പ്രോസ്റ്റേറ്റിൻ്റെ സ്ക്രീനിങ്ങും നമ്മൾ റൊട്ടീൻലി പറയുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ നമുക്കൊരു സ്ക്രീൻ ചെയ്യാൻ ഈ പറഞ്ഞ PSA ടെസ്റ്റ് വെച്ച് നമുക്ക് നിസ്സാരമായി സ്ക്രീൻ ചെയ്യാൻ കഴിയുന്ന ഒരു ടെസ്റ്റാണ് PSA ടെസ്റ്റ്. എന്നിരുന്നാലും അത് PSA ടെസ്റ്റ് ചെയ്ത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കുക എന്നുള്ളൊരു പബ്ലിക് ഹെൽത്ത് പോളിസിയുടെ പാർട്ടായിട്ട് ഗവൺമെൻറ് ഒന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഇൻ കേസ് നമ്മൾ PSA ടെസ്റ്റ് ചെയ്തു, അത് കൂടി, എന്നിട്ടൊരു പ്രോസ്റ്റേറ്റ് ബയോപ്സി ചെയ്തു, ക്യാൻസർ ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പേഷ്യൻറ്റിനെ വേണമെന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ അല്ലേ, അപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരാൾക്ക് നമുക്ക് PSA ടെസ്റ്റ് ചെയ്ത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ പറയുകയാണ് കുഴപ്പമില്ല അച്ഛൻ, നമുക്ക് വേണമെങ്കിൽ ഫോളോ അപ്പ് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ട്രീറ്റ്മെൻറ്റ് എടുക്കാം, അച്ഛൻ്റെ ഇഷ്ടം എന്ന് പേഷ്യൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ പേഷ്യൻറ്റ് കൺഫ്യൂസ്ഡ് ആയി പോവുകയാണ്. അപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കണോ വേണ്ടയോ? ഇൻ കേസ് ട്രീറ്റ്മെൻറ്റ് എടുക്കണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ തന്നെ ഞാനൊരു ക്യാൻസറും വെച്ചുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ എന്നുള്ളൊരു ചിന്ത. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഒരു PSA റൊട്ടീൻലി നമ്മൾ ഒരു സ്ക്രീനിങ് പാക്കേജായിട്ടോ അല്ലെങ്കിൽ സ്ക്രീൻ ചെയ്യണമെന്നോ നമ്മൾ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഡോക്ടേഴ്സോ അങ്ങോട്ട് പേഷ്യൻസിൻ്റെ അടുത്തോട്ട് റെക്കമെൻഡ് ചെയ്യാറില്ല. ഡോക്ടർ, ഇപ്പോൾ ഒരുപാട് പേരുടെ മനസ്സിൽ വരുന്നൊരു സംശയമായിരിക്കും, ക്യാൻസർ വന്നാൽ ശരീരം മുഴുവൻ സ്പ്രെഡ് ചെയ്യുമെന്നാണ് നമ്മുടെ ഒരു ധാരണ. അപ്പോൾ ഈ ക്യാൻസറുമായി നമ്മൾ സർവൈവ് ചെയ്യുക പറയുമ്പോൾ ഈ സ്പ്രെഡിങ് ഉണ്ടാവില്ലേ? അതെങ്ങനെയാണ്? ഇപ്പോൾ ഈ പറഞ്ഞ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ കാര്യമാണ് വിദ്യ ഉദ്ദേശം എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എല്ലാ ക്യാൻസറുകളും ഓഫ് കോഴ്സ് നമുക്കിങ്ങനെ പറ്റില്ല. ഇപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ തന്നെ ഈ ഏർലി സ്റ്റേജ് ആയിട്ടുള്ള ക്യാൻസർ അല്ല, ഏർലി സ്റ്റേജ് ലോ റിസ്ക് അല്ലാതെ ഒരാൾ ഹൈ റിസ്ക് കാറ്റഗറി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് വേണമെന്നായിരിക്കും പറയുക. അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് സ്റ്റേജ് ഒരു ക്യാൻസർ അതാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് വേണമെന്നായിരിക്കും പറയുന്നത്. ഓരോ ക്യാൻസറിനും അത് വളരുന്നൊരു വേഗതയുണ്ട്. ഒരു ക്യാൻസർ കോശങ്ങൾ 1, 2 ആകുക, 2, 4 ആകുക, 4, 8 ആകുക, 8, 16, 32, 64 എന്ന് പറഞ്ഞാൽ വളരുന്നൊരു വേഗതയുണ്ട്. അത് ഈ ഏർലി സ്റ്റേജ് ലോ റിസ്ക് കാറ്റഗറി ഓഫ് പ്രോസ്റ്റേറ്റ്കാർക്ക്, ആ ക്യാൻസറുകാർക്ക് ഈ 1, 2 അപ്പോൾ നമുക്ക് ഉടനെ ചാടിക്കേറി ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട കാര്യമില്ല. കാരണം ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് എത്രയൊക്കെ ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ് പുരോഗമിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ട്രീറ്റ്മെൻറ്റ് കാരണം കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ടാകും. ഏത് ക്യാൻസറിനാണെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ചെറിയ സൈഡ് എഫക്ട്സ്. അപ്പോൾ ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ റേഡിയേഷൻ എടുത്തു കഴിഞ്ഞാലും സർജറി ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മൂത്രമായി ബന്ധപ്പെട്ട കുറച്ച് തടസ്സങ്ങൾ, മൂത്ര തടസ്സം, അല്ലെങ്കിൽ പെട്ടെന്ന് മൂത്രം ഒഴിക്കാൻ തോന്നുക, അങ്ങനത്തെ കുറച്ച് യൂറിനറി സിംറ്റംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ എന്തിനാണ് നമ്മൾ പേഷ്യൻറ്റ് അൺനെസറി ആയിട്ടൊരു ട്രീറ്റ്മെൻറ്റിലോട്ട് ലീഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. മീൻസ് ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് മോർബിഡിറ്റി, നമ്മുടെ ചികിത്സ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തിനാണ് പേഷ്യൻറ്റ് കൊടുക്കുന്നത് പറയുന്നത്. കാരണം അങ്ങനെ ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടൊരു സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും ഇല്ലെങ്കിലും, ഫോളോ അപ്പിൽ വെച്ച് കഴിഞ്ഞാലും എല്ലാം ഒരേ ആയുർദൈർഘ്യമാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് അൺനെസറി ആയിട്ടൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് ഏർലി സ്റ്റേജ് ആയിട്ടുള്ള ലോ റിസ്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറുകാർക്ക് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ബാക്കിയുള്ള ഹൈ റിസ്ക് കാറ്റഗറിക്കാർക്കോ അല്ലെങ്കിൽ അഡ്വാൻസ് സ്റ്റേജ് ക്യാൻസർ ഉള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസറുകാർക്കോ നമ്മൾ ട്രീറ്റ്മെൻറ്റ് വഴി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ. ഡോക്ടർ, അതുപോലെ തന്നെ സ്ത്രീകളിൽ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ ഒരുപാട് കേൾക്കുന്നുണ്ട്, അതിൻ്റെ അവയർനെസ്സുകളും കേൾക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്നു ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞാൽ സ്ത്രീകളിൽ വരാൻ ഒരുപാട് സാധ്യതയുള്ളതാണ് സെർവിക്കൽ ക്യാൻസർ. കേട്ടിട്ടുണ്ട് ഡോക്ടർ. അപ്പോൾ ഈ സെർവിക്കൽ ക്യാൻസറിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അത് പ്രിവെൻറ്റീവ് ആണോ? എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ? എത്ര പേർക്കറിയാം സെർവിക്കൽ ക്യാൻസർ എന്ന് പറഞ്ഞൊരു ക്യാൻസർ ഒരു വൈറസ് ഇൻഫെക്ഷൻ മൂലമാണ് ഏറ്റവും അതിൻ്റെ കാരണക്കാരെന്നുള്ളൊരു കാര്യം. ഇപ്പോൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അഥവാ HPV എന്ന് പറയുന്ന ഒരു വൈറസ് ഇൻഫെക്ഷനാണ് സെർവിക്കൽ ക്യാൻസറിലോട്ട് ലീഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണക്കാരൻ. ഈ വൈറസ് സെക്ഷലി ആക്റ്റീവായിട്ടുള്ള ലേഡീസിൽ വരികയും ആ വൈറസ് ഇൻഫെക്ഷൻ അവിടുത്തെ സെർവിക്സിലെ കോശങ്ങൾക്കുള്ള രൂപവ്യത്യാസം ഉണ്ടാക്കി അത് പിന്നെ ഒരു ക്യാൻസറായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കോവിഡിന് വാക്സിൻ ഉണ്ട് അല്ലേ, ഒട്ടനവധി വൈറസ് ഇൻഫെക്ഷൻസിന് നമുക്ക് വാക്സിൻസ് അവൈലബിൾ ആണ്. ഹെപ്പറ്റൈറ്റിസിന് വാക്സിൻ ഉണ്ട്, മഞ്ഞപ്പിത്തത്തിന് വാക്സിൻ ഉണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് ഈ HPV ഹ്യൂമൻ പാപ്പിലോമ
അപ്പോൾ ഇത് ഏറ്റവും എടുക്കാനുള്ള ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സെക്ഷലി ആക്റ്റീവ് ആവുന്നതിന് മുമ്പേ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഫസ്റ്റ് കാര്യം. അപ്പോൾ 9 തൊട്ട് 15 വയസ്സ് വരെയുള്ള അഡോളസൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു 2 വാക്സിനേഷൻ ഷെഡ്യൂൾസ്, ഇപ്പോൾ ഇന്ന് എടുക്കുകയാണെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് ഒരു വാക്സിൻ കൂടെ എടുക്കുക, അങ്ങനെ ഒരു 2 ഡോസ് എടുത്താൽ മതിയാകും. അതുപോലെ 15 ആണെന്നുണ്ടെങ്കിലും ഒരു 3 ഡോസ് ഓഫ് വാക്സിൻസ് എടുക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് വാക്സിൻ ഷെഡ്യൂള് ഫോളോ ചെയ്യുന്ന വഴി നമുക്ക് വാക്സിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വൈറസ് ഇൻഫെക്ഷനെ തടയാം. അതുവഴി ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ളൊരു സെർവിക്കൽ ക്യാൻസറിനെയും നമുക്ക് തടയാം. ഇൻ കേസ് നമ്മൾ ഈ ഏജ് ഗ്രൂപ്പ് കഴിഞ്ഞു, നമ്മുടെ ഏജ് ഗ്രൂപ്പ് ഈ പറഞ്ഞ വാക്സിനേഷൻ ഏജ് ഗ്രൂപ്പ് കഴിഞ്ഞു, സർപ്പാസ് ചെയ്തു എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറസ് ഇൻഫെക്ഷൻ നമുക്ക് വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. അത് HPV DNA ടെസ്റ്റ് അല്ലെങ്കിൽ പാപ്സ്മിയർ മുതലായ ടെസ്റ്റുകൾ വഴി നമുക്ക് സെർവിക്സിനകത്ത് ഹ്യൂമൻ പാപ്പിലോമ വൈറസിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ കഴിയും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഒരു HPV DNA ടെസ്റ്റ് നടത്തിയാൽ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഉടനെ ക്യാൻസർ ഉണ്ടെന്നല്ല അർത്ഥം. ക്യാൻസറിന് കാരണക്കാരനായിട്ടുള്ള ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന വൈറസ് നമ്മുടെ സെർവിക്സിനകത്ത് ചെറിയൊരു ഇൻഫെക്ഷൻ രൂപത്തിലുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോൾ അത് ഭാവിയിൽ ക്യാൻസറായി മാറാനുള്ള കോശങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്കതിന് തൊട്ട് മുമ്പ് പ്രീ ക്യാൻസറസ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് കരിച്ച് കളയുന്ന പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് വേണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ സെർവിക്കൽ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വൈറസ് ഇൻഫെക്ഷൻ തടയാനായിട്ട് വാക്സിൻ ഉണ്ട്. ഇൻ കേസ് വൈറസ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ വൈറസ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഡോക്ടർ പറഞ്ഞത് കേട്ടപ്പോൾ സിവിമൺ എനിക്ക് ചോദിക്കാൻ തോന്നുന്ന ഒരു കാര്യം, ഇതൊരു വൈറസ് ഇൻഫെക്ഷൻ ആണെന്ന് അറിയുന്നു. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള രീതികൾ അല്ലെങ്കിൽ പേഴ്സണൽ ഹൈജീനോ ഇതൊക്കെ ഇതിന് ബാധകമാണോ? എങ്ങനെയാണ് ഈ വൈറസിനെ നമ്മൾ പ്രോൺ ആവുക? ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ സെർവിക്കൽ ക്യാൻസറിനുള്ള ലീഡിങ് കോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിന് ഒട്ടനവധി റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ പ്രോപ്പർ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്, പിന്നെ ഇപ്പം മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ഓക്കെ ഓഫ് കോഴ്സ് നമുക്ക് ഈ ക്യാൻസറിനായിട്ടുള്ളൊരു റിസ്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് ചെയ്യാവുന്ന കാര്യം. ഡോക്ടർ, അതുപോലെ തന്നെ സെർവിക്കൽ ക്യാൻസർ വന്നാൽ നമുക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? റേഡിയേഷനാണോ പ്രധാനമായിട്ട് നമുക്ക് നൽകാൻ പറ്റുക? ഏറ്റവും പ്രാരംഭഘട്ടത്തിലുള്ളൊരു സെർവിക്കൽ ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ സർജറി ആയിട്ട് മുന്നോട്ട് പോകാറുള്ളൂ. അപ്പോൾ അത്രയും പ്രാരംഭഘട്ടത്തിലല്ലാത്ത സെർവിക്കൽ ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് പറയുന്ന ഒരുവിധം എല്ലാ സ്റ്റേജ് ഓഫ് ക്യാൻസേഴ്സിനും സെർവിക്കൽ ക്യാൻസേഴ്സിനും നമ്മൾ റേഡിയേഷൻ തന്നെയാണ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത്. പണ്ട് കാലത്തുണ്ടായിരുന്ന റേഡിയേഷൻ റിലേറ്റഡ് സൈഡ് എഫക്ട്സുമായി കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒട്ടനവധി പുതിയ ന്യൂയർ മൊഡാലിറ്റീസ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റേഡിയേഷൻ മൂലം ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സും വളരെ കുറവാണ്. റേഡിയേഷൻ്റെ കൂടെ ചെറിയ ഡോസിലുള്ളൊരു കീമോതെറാപ്പിയും കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സെർവിക്കൽ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളായി പറയുന്ന കാര്യം. അതിനുശേഷം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ശേഷം നമ്മുടെ ആ സെർവിക്സിനകത്തോട്ട് ഉള്ളിലേക്ക് വെക്കുന്ന റേഡിയേഷൻ ബ്രാക്കിതെറാപ്പി എന്ന് പറയും. അപ്പോൾ ബ്രാക്കിതെറാപ്പി എന്ന് പറയുന്ന റേഡിയേഷൻ ഫെസിലിറ്റിയും കൂടെ ഉപയോഗിക്കുക, അതിനുശേഷം ഫോളോ അപ്പിലിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഡോക്ടർ, അവയർനെസ്സിന് വേണ്ടി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ നമുക്ക് വെജൈനൽ ഇച്ചിങ് വരുന്നു, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നെഗ്ലക്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് എന്തെങ്കിലും മരുന്ന് വാങ്ങി ഉപയോഗിക്കുകയാണ് ചെയ്യുക. ഇതുപോലെ എന്തെങ്കിലും ലക്ഷണങ്ങളോ നിങ്ങളിത് അവഗണിക്കരുത് എന്ന് പറയാൻ, സ്ത്രീകളോട് പറയാൻ, അങ്ങനെ എന്തെങ്കിലും? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ഒന്നെന്ന് വെച്ചാൽ പോസ്റ്റ് കോയിറ്റൽ ബ്ലീഡിങ് ഒരു ലക്ഷണമാണ്. അതായത് നമ്മൾ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെട്ട ശേഷം ഒരു ബ്ലീഡിംഗ് ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ ഇൻ്റർ മെൻസ്ട്രൽ ബ്ലീഡിങ്. നമുക്കറിയാം നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾസ് പീരീഡ്സ് എപ്പോഴാണ് വരുന്നതെന്ന് നമുക്കറിയായിരിക്കും. അപ്പോൾ ആ പീരീഡ്സുമായിട്ട് ഒരു ബന്ധമില്ലാതെ ഒരു അബ്നോർമലായിട്ട് ഒരു ബ്ലീഡിങ് വരിക, പോസ്റ്റ് കോയിറ്റൽ ബ്ലീഡിങ്, ഈ പറഞ്ഞ സെക്ഷൽ ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് ബ്ലീഡിങ് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ചാർജ്, അബ്നോർമൽ ഡിസ്ചാർജ്. നമ്മുടെ ബോഡിക്ക് നമുക്കറിയായിരിക്കും, നമ്മുടെ ബോഡിയെ ഏറ്റവും അറിയാവുന്ന നമ്മൾ തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് അതുമായിട്ട് ഫെമിലിയർ അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡിസ്ചാർജോ ബ്ലഡിഷ് ഡിസ്ചാർജോ എന്തെങ്കിലും വരികയെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ അബ്നോർമലായിട്ടുള്ള വയറുവേദന, അടിവയറുവേദന, ചിലപ്പോൾ ഒരു നട്ടെല്ല് വേദന, നടുവേദന, ഇത് കുറച്ച് നാളായിട്ട് പെർസിസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഏറ്റവും അറിയാവുന്നത് നമുക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഈ അബ്നോർമലായിട്ടുള്ള എന്തെങ്കിലും ഡിസ്ചാർജ് ഉണ്ടോ എന്ന് നോക്കുക. ഇൻ്റർമെൻസ്ട്രൽ ബ്ലീഡിങ്ങോ പോസ്റ്റ് കോയിറ്റൽ ബ്ലീഡിങ്ങോ ഈ പറഞ്ഞ പോലെ അബ്നോർമലായിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടോ നോക്കുക. അകാരണമായിട്ട് ഒരു കാരണമില്ലാതെ ഒരു അടിവയറ് വേദന അതിങ്ങനെ കുറേ കാലമായിട്ട് നിലനിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു നടുവേദന, നട്ടെല്ല് വേദന, ലോവർ ബാക്ക് ഏക്ക്. അപ്പോൾ ഇതെല്ലാം ഒരു നമ്മൾ റെഡ് ഫ്ലാഗ് സിംറ്റംസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ ക്യാൻസർ ആണെന്നല്ല അതിനർത്ഥം. അപ്പോൾ ഇതെല്ലാം ഇങ്ങനത്തെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, വി ഷുഡ് ബി വാച്ചിങ് ഫോർ ദീസ് സിംറ്റംസ് അല്ലേ. നമ്മളതിനെ കുറച്ചൊന്ന് കെയർഫുള്ളായി നോക്കുക എന്ന് നമ്മുടെ ശരീരം നമുക്ക് കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം. ഡോക്ടർ, ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതാണ്, ഞാൻ മനീഷ കൊയ്രാളയുടെ ഒരു ആത്മകഥ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അവരിങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ബെല്ലി ഫാറ്റ് എത്ര എക്സസൈസ് ചെയ്തിട്ടും കുറയുന്നില്ല. അതിൻ്റെ ഫലമായിട്ടാണ് ഞാനൊരു ഡോക്ടറെ കാണുന്നതും ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യുന്നതും. അതൊരു ലക്ഷണമാണോ? അത് നമ്മൾ ശ്രദ്ധിക്കണോ? നമ്മുടെ ഈ അരക്കെട്ടിൻ്റെ വണ്ണം കുറയുന്നില്ല നമ്മൾ എക്സസൈസ് ചെയ്തിട്ടും എന്നുള്ളത് ഒരു സിംറ്റമാണോ? പറയാമോ?
ഒരുവിധപ്പെട്ട എല്ലാ ക്യാൻസറുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടേഴ്സിൽ ഒന്ന് തന്നെയാണ് ഒബിസിറ്റി. അത് തന്നെ ട്രങ്കൽ ഒബിസിറ്റി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്, അല്ലേ? നമ്മുടെ വയറിൻ്റെ ഏരിയയിലുള്ള ഒരു വണ്ണം വയ്ക്കുക എന്നുള്ളത് ഒരു ക്യാൻസറിൻ്റെ റിസ്ക് ഫാക്ടർ തന്നെയാണ്. അത് ബ്രസ്റ്റ് ക്യാൻസർ ആയിക്കോട്ടെ, കോളൺ ക്യാൻസർ ആയിക്കോട്ടെ, ഏത് ക്യാൻസർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ഒരു മെയിൻ റിസ്ക് ഫാക്ടർ തന്നെയാണ് ഒബിസിറ്റി. പിന്നെ വേറൊരു കാര്യം നമ്മൾ ഇതിൽ ഈ പറഞ്ഞതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വയറ് വീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒബിസിറ്റി മാത്രമാവണമെന്നില്ല. ഒരു ഫാറ്റ് ഡെപ്പോസിഷൻ ആണല്ലോ നമുക്ക് ഒബിസിറ്റി എന്ന് പറയുന്നത്. ചിലപ്പോൾ അവിടെ വയറിൽ ഇപ്പോൾ ഒരു ചെറിയൊരു മാസ് ഉണ്ടെങ്കിൽ, ഒരു മുഴയുണ്ടെങ്കിലൊക്കെ വയറ് വീർത്തിരിക്കാം. അല്ലെങ്കിൽ ഒരു ക്യാൻസറിൻ്റെ ഭാഗമായിട്ട് തന്നെ ക്യാൻസറിൻ്റെ ഒരു അഡ്വാൻസ് സ്റ്റേജിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വയറിനകത്ത് അസൈറ്റിസ് എന്ന് പറയും, വെള്ളക്കെട്ട്, വയറിനകത്ത് വെള്ളക്കെട്ടായിട്ട് വരുവാണെന്നുണ്ടെങ്കിലും വയറ് വീർത്തിരിക്കാം. അപ്പോൾ ഒരു കൊഴുപ്പടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ കൊഴുപ്പടിഞ്ഞു കൂടിയത് കൊണ്ട് തന്നെയാണ് വയറ് വീർത്തിരിക്കുക എന്നും കരുതരുത്. എന്തെങ്കിലും നമുക്ക് ഈ ബാക്കിയുള്ള ചേഞ്ചസ് മുഴയായിട്ടോ വെള്ളക്കെട്ടായിട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ സ്ത്രീകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ഒഴിവാക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഒരുപാട് അവയർനെസ് കൂടി വരുന്നുണ്ട്, ഇത് ട്രീറ്റബിൾ ആണ് എന്നുള്ള അവയർനെസ് ഉണ്ട്. എന്നിരിക്കലും ഈ അവസാന സ്റ്റേജൊക്കെ ആയിട്ട് വരുന്ന മനുഷ്യരെ ചിലപ്പോൾ ഡോക്ടർ കണ്ടിരിക്കും. നമുക്ക് ഒരിക്കൽ കൂടി പറയേണ്ടതുണ്ടെന്ന് തന്നെ തോന്നുന്നു. നമ്മുടെ ഒരു ബാധ്യത തന്നെയാണ്. എങ്ങനെയാണ് ഇത് ഏർലി സ്റ്റേജിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുക? അതിസാധാരണയായിട്ടുള്ള സ്ത്രീകളോട് നമ്മൾ പറയുകയാണ്, വീട്ടമ്മമാരായിക്കോട്ടെ, എങ്ങനെയാണ് ഏർലി സ്റ്റേജിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുക? ബ്രസ്റ്റ് ക്യാൻസർ ഏർലി സ്റ്റേജിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം. 25 വയസ്സിന് മേലുള്ള എല്ലാ സ്ത്രീകളും മാസത്തിലൊരിക്കൽ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യുക, സ്വയം പരിശോധിക്കുക. കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുക, നമ്മുടെ ഇടുപ്പ് വരെയുള്ള ഡ്രസ്സ് അൺഡ്രസ് ചെയ്യുക, 2 കൈയും ഇടുപ്പിൽ വെച്ച ശേഷം നമ്മുടെ കണ്ണാടിയിൽ നോക്കുക, നമ്മുടെ രണ്ട് ബ്രസ്റ്റും തമ്മിൽ എന്തെങ്കിലും ആകൃതിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, സ്ട്രക്ചറൽ ഡിഫറൻസസ്, അല്ലെങ്കിൽ നിപ്പിൾ ഉള്ളിലോട്ട് വലിഞ്ഞിരിപ്പുണ്ടോ, തൊലി ഉള്ളിലോട്ട് വലിഞ്ഞിരിപ്പുണ്ടോ, തൊലിക്ക് എന്തെങ്കിലും നിറവ്യത്യാസം, എന്തെങ്കിലും അബ്നോർമലായിട്ട് എന്തെങ്കിലും ദ്രാവകം വല്ലതും വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് ഒബ്സർവ് ചെയ്യാം. ഇതേ സെയിം കാര്യം തന്നെ കൈ 2 ഉയർത്തിയ ശേഷം നോക്കുക. കാരണം നമ്മുടെ മാറിൻ്റെ അടിഭാഗം, ആ ഫോൾഡ് എല്ലാം കുറച്ചും കൂടെ വിസിബിൾ ആവുന്നത് കൈ 2 ഉയർത്തുമ്പോഴായിരിക്കും. അപ്പോൾ എന്തെങ്കിലും തൊലിക്ക് വ്യത്യാസമുണ്ടോ, നിറ വ്യത്യാസമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. അത് കഴിഞ്ഞ് വലത്തെ കൈയിലെ 3 വിരൽ, ഈ 3 വിരൽ വെച്ചിട്ട് നമ്മൾ ഇടത്തെ മാറും ഇടത്തെ കഷവും പരിശോധിക്കുക. പൾപ്പ് ഓഫ് ഫിംഗേഴ്സ്, ഈ നമുക്ക് ഈ പിതുപിതാന്ന് ഞെങ്ങുന്ന ഭാഗമുണ്ടല്ലോ, അത് വെച്ചിട്ട് വേണം എക്സാമിൻ ചെയ്യാൻ. അത് നമ്മുടെ മാറിൻ്റെ നിപ്പിളിൻ്റെ അവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് തുടങ്ങിയിട്ട് പുറത്തോട്ട് പോകുന്ന രീതിയിൽ, ഈ അത്തപ്പൂക്കളൊക്കെ ഇടുന്ന രീതിയിൽ ഇങ്ങനെ പുറത്തോട്ട് പോകുന്ന രീതിയിൽ നോക്കുക. വലത്തെ കൈയിലെ 3 വിരൽ വെച്ച് ഇടത്തെ മാറും ഇടത്തെ കഷവും നോക്കുക. ഇടത്തെ കൈയിലെ 3 വിരൽ വെച്ച് വലത്തെ മാറും വലത്തെ കഷവും നോക്കുക. ഈ കാര്യം തന്നെ നമ്മൾ കിടന്നുകൊണ്ടും ചെയ്യുക. അപ്പോൾ ഒരു ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷന് മാക്സിമം വേണ്ടി വരുന്ന സമയം ഒരു 4 മിനിറ്റോ 5 മിനിറ്റോ ആണ്. അപ്പോൾ നമുക്ക് ഇത് സ്ത്രീകൾക്ക് നിസ്സാരമായി കണ്ടെത്താവുന്ന ഒരു കാര്യം കൂടെയാണ്, ചെയ്യാവുന്ന ഒരു കാര്യം കൂടെയാണ്. അപ്പോൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന കാര്യം, എല്ലാ മാസവും 1-ാം തീയതി നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാ മാസം 1-ാം തീയതി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മാസം 1-ാം തീയതി ഒരു 5 മിനിറ്റ് നമ്മൾ സെൽഫ് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലേ? അപ്പോൾ ഇതിന് എന്തുകൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് 3-4 കാര്യങ്ങൾ നമുക്ക് ഗുണമുണ്ട് ഇതിൽ. ഒന്ന്, നമുക്ക് ക്യാൻസറിനെ ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യാം. ഏർലി സ്റ്റേജിൽ ഒരു മുഴ മാത്രമായിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഏറ്റവും പ്രാരംഭഘട്ടത്തിലുള്ള ഒരു ബ്രസ്റ്റ് ക്യാൻസറിന് ഒരു മുഴ മാത്രമായിട്ടാണ് കണ്ടുപിടിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് കേവലം ചിലപ്പോൾ ഒരു സർജറി മാത്രം മതിയാകും. ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ്സ് തന്നെ വേണമെന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് തടയുന്ന വഴി ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോക്സിസിറ്റീസ് നമ്മൾ അവോയ്ഡ് ചെയ്യണം, അല്ലേ? കീമോതെറാപ്പിയോ റേഡിയേഷനോ മൂലോ ഉണ്ടാകുന്ന ചെറുതായിട്ടുള്ളതാണെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പോൾ ആ സൈഡ് എഫക്ട്സിനെ നമുക്ക് തടയാം, ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാം, അല്ലേ? നമുക്ക് ഈ ബാക്കിയുള്ള ചികിത്സയാണെങ്കിലും അതിൻ്റെ പൈസ ആവുന്നതാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാം. മാത്രമല്ല, ഏർലി സ്റ്റേജ് കണ്ടുപിടിക്കുന്ന ക്യാൻസർ ഓഫ് കോഴ്സ് അഡ്വാൻസ് സ്റ്റേജ് കണ്ടുപിടിക്കുന്ന ക്യാൻസറിനെക്കാട്ടിയും കമ്പയർ ചെയ്യുമ്പോൾ ആയുർദൈർഘ്യം വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ക്യാൻസറിനെ പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കുന്ന ഒരു ക്യാൻസർ, ഫസ്റ്റ് സ്റ്റേജ് കണ്ടുപിടിക്കുന്ന ഒരു ബ്രസ്റ്റ് ക്യാൻസർ 3rd or 4th സ്റ്റേജ് കണ്ടുപിടിക്കുന്ന ഒരു ബ്രസ്റ്റ് ക്യാൻസറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 3 times ആണ് ലൈഫ് എക്സ്പെക്റ്റൻസി, അല്ലേ? അപ്പോൾ നമുക്ക് ആ ലൈഫ് എക്സ്പെക്റ്റൻസിയിൽ നമുക്ക് മെച്ചം ഉണ്ടാകുന്നു, ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുണ്ടാകുന്ന പാർശ്വഫലങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയുന്നു, ചികിത്സാ ചെലവ് കുറയ്ക്കാൻ കഴിയുന്നു. അപ്പോൾ ഈ ഒട്ടനവധി ഗുണങ്ങളുള്ളതുകൊണ്ട് തന്നെ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ 25 വയസ്സിന് മേലുള്ള എല്ലാ സ്ത്രീകളും ഒരു പ്രോട്ടോക്കോളായിട്ട് കീപ്പ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷനാണ്. വർഷത്തിൽ ഒരിക്കൽ ഒരു ഓങ്കോ നേഴ്സോ ക്യാൻസർ നേഴ്സോ അല്ലെങ്കിൽ ഒരു ഓങ്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഒരു ഓങ്കോളജിസ്റ്റും ഒന്ന് പരിശോധിച്ച് നോക്കുക, അല്ലെങ്കിൽ ഒരു ക്യാൻസർ നേഴ്സും ഓങ്കോ നേഴ്സും പരിശോധിച്ച് നോക്കുക. കാരണം നമുക്ക് സ്വയം പരിശോധിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളുണ്ട്, മാറിലാണെങ്കിലും നമ്മുടെ കഷത്തിലാണെങ്കിലും നമ്മുടെ കൈ കൊണ്ട് ഇന്നപ്രോച്ചബിൾ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അത് ചിലപ്പോൾ ഒരു സിസ്റ്ററിനോ ഡോക്ടറിനോ ആയിരിക്കും പരിശോധിക്കാൻ കഴിയുക. 40 വയസ്സിന് മേലുള്ള എല്ലാ സ്ത്രീകളും മാമോഗ്രാം ചെയ്യുക എന്നുള്ളതാണ് 3ാമത്തെ കാര്യം. അപ്പോൾ നമുക്ക് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ സ്വയം ചെയ്യുക, ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ഒരു നഴ്സോ ഡോക്ടറോ ചെയ്യുക, 40 വയസ്സിന് മേലെ ഉള്ള എല്ലാ സ്ത്രീകളും മാമോഗ്രാം ചെയ്യുക. അതും ഫാമിലി ഹിസ്റ്ററി ഓഫ് ക്യാൻസർ, നമ്മുടെ തൊട്ട് ക്ലോസ് റിലേറ്റീവായിട്ടുള്ള അമ്മയ്ക്കോ അല്ലെങ്കിൽ അമ്മൂമ്മയ്ക്കോ ആർക്കെങ്കിലുമൊക്കെ ക്യാൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്ക്രീനിങ് തന്നെ കുറച്ചും കൂടെ ഏർലി ആയിട്ട് നമ്മൾ തുടങ്ങേണ്ടതായിട്ടുണ്ട്.
ഡോക്ടർ, അതുപോലെ തന്നെ നമ്മൾ ഈ സെൽഫ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ഉള്ളൊരു സംശയമാണ്, ഈ മൂവ് ചെയ്യുന്ന വേദനകളില്ലാത്ത മുഴയാണോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ബ്രസ്റ്റ് ക്യാൻസർ പൊതുവേ പെയിൻലെസ് ആണ്. പെയിൻലെസ് ലംപ് ആണ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു ഡിക്റ്റം നമുക്ക് വേണമെങ്കിൽ പറയാം. എപ്പോഴാണ് ബ്രസ്റ്റ് ക്യാൻസറിന് വേദന, ആ ഒരു മുഴയ്ക്ക് വേദന ഉണ്ടാകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ തൊലിയിലോട്ട് പറ്റിപ്പിടിച്ചിരിക്കുമ്പോഴോ നിപ്പിളിലോട്ട് പറ്റിപ്പിടിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അതൊരു വ്രണമായി മാറുമ്പോഴോ ഒക്കെയാണ് സാധാരണഗതിയിൽ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ മുഴകൾ വേദനാജനകമായി മാറുന്നത്. പിന്നെ ഈ മൊബിലിറ്റി പറഞ്ഞല്ലോ, മൂവ് പറഞ്ഞല്ലോ, സാധാരണഗതിയിൽ മൂവ് ചെയ്യുന്ന ലംബുകൾ, അതായത് ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്ന പോലെ ഇരിക്കുന്ന മുഴകളാണെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നക്കാരനായിട്ടുള്ള മുഴകളായിരിക്കില്ല. സാധാരണഗതിയിൽ വലിയ പ്രശ്നക്കാരല്ലാത്ത മുഴകളാണ് മൂവ് ചെയ്യുന്നത്. ബ്രസ്റ്റ് ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം മൂവ് ചെയ്യാത്ത വേദനയില്ലാത്ത മുഴകളാണ് സാധാരണഗതിയിൽ ഒരു ഏർലി സ്റ്റേജിലുള്ള ഒരു ബ്രസ്റ്റ് ക്യാൻസറിന് കാണുന്നത്. വേദന വരും ഓഫ് കോഴ്സ്, അത് പക്ഷേ ഒരു അഡ്വാൻസ് സ്റ്റേജ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസറിൽ മാത്രമായിരിക്കും. ഡോക്ടർ, അതുപോലെ തന്നെ ഞാൻ നേരിട്ട് അറിയുന്നതാണ്, ചിലർക്കൊക്കെ വളരെ കൺഫ്യൂസ്ഡ് ആണ്, ഈ മാമോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസറിന് എക്സ്പോസ്ഡ് ആവുകയാണോ എന്നൊരു സംശയം പലർക്കും ഉള്ളതായിട്ട് നേരിട്ടറിയാം. അതുകൊണ്ട് ഒരു ഓങ്കോളജിസ്റ്റിനെ കിട്ടുമ്പോൾ അതൊന്ന് ഡൗട്ട് ക്ലിയർ ചെയ്യട്ടെ. അതൊരു മിസ്കൺസെപ്റ്റ് ആണോ? മിസ്കൺസെപ്റ്റ് ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം വളരെ ലോ ഡോസിലുള്ള ഒരു എക്സ്റേ എക്സ്പോഷറാണ് മാമോഗ്രാമിനുള്ളത്. അപ്പോൾ എല്ലാ കമ്മ്യൂണിറ്റി സ്റ്റഡീസും തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ് ഒരു 40 years പ്ലസ് ആയിട്ടുള്ള ഒരാൾക്ക് മാമോഗ്രാം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇയർലി മാമോഗ്രാം ചെയ്യുന്നത് വഴി, വർഷത്തിലൊരിക്കൽ നമുക്ക് മാമോഗ്രാം ചെയ്യുന്ന വഴി നമുക്ക് ഒരു വളരെ ഏർലി സ്റ്റേജിലുള്ളൊരു ബ്രസ്റ്റ് ലംബിനെ നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റും. പലപ്പോഴും നമുക്ക് ബ്രസ്റ്റ് ലംബായിട്ട് തന്നെ ആവണം എന്നില്ല, ചിലപ്പോൾ ചെറിയ കാൽസിഫിക്കേഷൻസ് ആയിരിക്കാം, ചെറിയ കല്ലിപ്പ് പോലെയൊക്കെ ഇരിക്കുന്ന ചെറിയ കാൽഷ്യം ഡെപ്പോസിറ്റ്സ് ആയിരിക്കാം, മൈക്രോ കാൽസിഫിക്കേഷൻ എന്നൊക്കെ പറയും. അപ്പോൾ ഒരു ലംബ് മുഴയായിട്ട് തന്നെ കാണുന്നില്ല, ചെറിയ കാൽഷ്യം ഡെപ്പോസിറ്റ്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം ക്യാൻസറസ് ആയിട്ടുള്ള കാൽഷ്യം ഡെപ്പോസിറ്റ്സ് ആയിരിക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാമോഗ്രാമിലെ പിക്കപ്പ് ചെയ്യാൻ കഴിയുകയുള്ളൂ. പലപ്പോഴും ബാക്കി ഒരു CT സ്കാനിലോ റൊട്ടീനായിട്ട് എടുക്കുന്ന വേറെ ഒരു അൾട്രാസൗണ്ട് സ്കാനിലോ ഒന്നും നമുക്ക് ഇത് ഡിറ്റക്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മാമോഗ്രാമിൻ്റെ പ്രസക്തി എന്ന് നിലനിൽക്കുന്ന ഒരു പ്രസക്തി തന്നെയാണ്. വളരെ ലോ ഡോസിലുള്ള ഒരു എക്സ്റേ റേഡിയേഷൻ എക്സ്പോഷർ മാത്രമേ മാമോഗ്രാം മൂലം വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമൂലം ക്യാൻസർ വരും എന്നുള്ളൊരു പേടിയെക്കാട്ടിയും ഉപരി അത് ചെയ്യാതിരുന്നാൽ നമുക്ക് ക്യാൻസറിനെ മിസ് ഔട്ട് ആവുമോ എന്നുള്ളൊരു ചിന്ത വേണം നമുക്ക് വരാൻ. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി വി ഷുഡ് ഗോ ഫോർ എ മാമോഗ്രാം. അതുപോലെ ഡോക്ടർ, നമ്മൾ കുറേ കേട്ടിട്ടുള്ള എന്നാൽ ഇന്ന് കുറഞ്ഞു വരുന്നതാണ് നമ്മുടെ ഓറൽ ക്യാൻസർ, അല്ലേ? അത് നമ്മൾ എത്രത്തോളം പ്രിവെൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും എത്രത്തോളം എക്സ്പോസ്ഡ് ആണ്? ഓറൽ ക്യാൻസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാബിറ്റ്സ് തന്നെയാണ്. ടൊബാക്കോ എക്സ്പോഷർ അല്ലേ, അല്ലെങ്കിൽ നമുക്ക് പാൻ ച്യൂയിങ്. അപ്പോൾ ഈ പാൻ ച്യൂയിങ്, ടൊബാക്കോ എക്സ്പോഷറാണ് ഓറൽ ക്യാൻസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് സദേൺ സ്റ്റേറ്റ്സ്, കേരളം പോലുള്ള സംസ്ഥാനത്ത് ഇതെല്ലാം നിരോധിക്കപ്പെട്ടിട്ടുള്ള രീതി തന്നെയാണ്, അത്രയും അവൈലബിൾ അല്ല. പക്ഷേ നോർത്തേൺ സ്റ്റേറ്റ്സിൽ ഇപ്പോഴും വളരെ സുലഭമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് ഈ പാന്, തമ്പാക്ക് മുതലായ സാധനങ്ങളെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും വളരെ പ്രിവലൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ക്യാൻസറായിട്ട് തന്നെയാണ് നോർത്തേൺ സ്റ്റേറ്റ്സിൽ, ഇന്ത്യയിലെ നോർത്തേൺ സ്റ്റേറ്റ്സിൽ ഓറൽ ക്യാൻസർ. നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. ഡോക്ടർ, നമ്മളിത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് പോലെ പറയുമ്പോഴും ഈ പാനൊന്നും ഉപയോഗിക്കാത്ത ഓറൽ ഹൈജീൻ സൂക്ഷിക്കുന്ന മനുഷ്യർക്കും ഈ ഓറൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ ചെറിയൊരു കാറ്റഗറി ഓഫ് ആൾക്കാർക്ക്, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പുകയില ഒന്നും ഉപയോഗിക്കുന്നില്ല, പാൻ ചവയ്ക്കുന്നില്ല, ഒന്നും ചവയ്ക്കുന്നില്ലെങ്കിൽ പോലും നമുക്കിപ്പോൾ ഒരു ഇൽ ഫിറ്റിംഗ് ഡെഞ്ചറുണ്ട്, നമ്മളെ പല്ലി കമ്പി ഇട്ടേക്കുന്നു, അത് ചിലപ്പോൾ ഒരു കവിളിലോട്ട് എപ്പോഴും കടിക്കുന്നുണ്ട്, ഒരു വ്രണമായി മാറി. എപ്പോഴും ഒരു ഓറൽ കാവിറ്റിക്കകത്ത് എപ്പോഴെങ്കിലും, നമ്മുടെ വായ്ക്കകത്ത് എപ്പോഴെങ്കിലും ഒരു വ്രണം ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഹീലാവാതെ, അത് മുറിവ് ഉണങ്ങാതെ ഇരിക്കുകയാണ്, കവിളിൽ എന്തെങ്കിലും പൊട്ടലോ മുറിവോ എന്തെങ്കിലും അത് ഉണങ്ങാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ അവിടെ ഒരു വീണ്ടും വലിയൊരു വ്രണമായിട്ട് അവിടുത്തെ ഈ പറഞ്ഞ കോശങ്ങൾക്കെല്ലാം രൂപവ്യത്യാസം ഉണ്ടാക്കി ഒരു പ്രീ ക്യാൻസർ സ്റ്റേജായിട്ട് പിന്നെ അതൊരു ക്യാൻസറായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും വാ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതിനോടൊപ്പം തന്നെ വായ്ക്കകത്ത് അനാവശ്യമായ ഒരു ഈ പറഞ്ഞ ബൈറ്റ്സ്, നമുക്ക് ചുമ്മാ മുറിവുകൾ ഉണ്ടാക്കാതിരിക്കുക. അത് പല്ലി കമ്പിയിട്ടതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കവിള് കടിക്കുന്നതുകൊണ്ടോ എങ്ങനെയാണെങ്കിലും ഒത്തിരി ഒരു ഇൻസൾട്ട് അവിടെ ഉണ്ടാവാതിരിക്കുക, കവിളിലാണെങ്കിലും വായ്ക്കകത്താണെങ്കിലും. അപ്പോൾ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ ഒരു റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലാത്തവർക്ക് വേണമെങ്കിലും ഓറൽ ക്യാൻസേഴ്സ് വരാം. പക്ഷേ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറൽ സെൽഫ് എക്സാമിനേഷൻ. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഓറൽ സെൽഫ് എക്സാമിനേഷൻ ചെയ്യാൻ പറ്റും. ബ്രസ്റ്റ് ക്യാൻസറിന് നമുക്ക് സ്വയം പരിശോധിക്കാമെന്ന് പറഞ്ഞല്ലോ, അതേപോലെ മാസത്തിലൊരിക്കലും ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഓറൽ കാവിറ്റി നമുക്ക് എക്സാമിൻ ചെയ്യാം. കൈ രണ്ടും വൃത്തിയായി കഴുകുക, സോപ്പിട്ട് കഴുകുക, എന്നിട്ട് കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുക, വാ തുറന്ന് വയ്ക്കുക, എന്നിട്ട് 2 വിരൽ, നമ്മുടെ 2 ചൂണ്ട് വിരലും വെച്ചിട്ട് ഇതിങ്ങനെ മേൽ ചുണ്ട് മേലോട്ടാക്കിയിട്ട് തടവി നോക്കുക. എന്തെങ്കിലും വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ, തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടോ, തടിപ്പായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ താഴത്തെ ചുണ്ടിൻ്റെ അവിടെ ഇടത് കവിള് ഇങ്ങോട്ട് വലിച്ചിട്ട് ഇടത്തെ കവിളിൽ വിരലിട്ട് പരിശോധിക്കുക. വലത്തെ കവിള് ഇതേപോലെ ഇട്ടിട്ട് വലത്തെ കവിള് പരിശോധിക്കുക. നാക്ക് നല്ലപോലെ ഞെക്കി നോക്കുക, എന്തെങ്കിലും തടിപ്പായിട്ടുണ്ടെങ്കിലും ഉണ്ടോ നോക്കുക. നാക്കിൻ്റെ
അണ്ണാക്ക് നോക്കുക, നാക്കിൻ്റെ അടിഭാഗം നോക്കുക. അപ്പോൾ ഇതാണ് ഓറൽ സെൽഫ് എക്സാമിനേഷൻ. അതായത് നമുക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള എല്ലാ സ്ഥലത്തും നമ്മൾ വിരലിട്ട് പരിശോധിക്കുകയാണ്. എന്തെങ്കിലും തടിപ്പായിട്ടോ കളർ വ്യത്യാസമായിട്ടോ, ചിലപ്പോൾ ക്യാൻസറിന് തൊട്ട് മുമ്പായിട്ടുള്ള സ്റ്റേജായിട്ട് ചിലപ്പോൾ നമ്മൾ കാണുന്നത് എന്തെങ്കിലും കളർ വ്യത്യാസമായിരിക്കും. ചുവപ്പായിട്ടുള്ളൊരു പാടായിരിക്കും, അല്ലെങ്കിൽ വെള്ള കളറിലുള്ളൊരു പാടായിരിക്കും. ലൂക്കോപ്ലേക്കിയ, എർത്തോപ്ലേക്കിയ എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ പ്രീ ക്യാൻസറസ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അതാവാം ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഒരു ഓറൽ സ്വയം പരിശോധന, സ്വയം പരിശോധന ചെയ്യുക. ഇത് ഈ പറഞ്ഞ പോലെ മാസത്തിൽ ഒരിക്കൽ നമ്മൾ മുടങ്ങാതെ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഓറൽ സെൽഫ് എക്സാമിനേഷൻ. ഡോക്ടർ, നമ്മളിപ്പോൾ ലൈഫ് സ്റ്റൈൽ, പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിനെ സംസാരിച്ചു, ക്യാൻസറുകളെ പറ്റി സംസാരിച്ചു. ഇനി ചോദിക്കാനുള്ളത്, ക്യാൻസർ വന്നു, ട്രീറ്റ്മെൻറ്റിലാണ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നല്ല കാലം തീർന്നു എന്ന് വിചാരിച്ച് നമ്മൾ ജീവിക്കേണ്ടതുണ്ടോ? എന്തൊക്കെയാണ് അതിന് ശേഷമുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് ആയിക്കോട്ടെ, അവരുടെ ഒരു സാമൂഹ്യ ജീവിതം ആയിക്കോട്ടെ, അതെങ്ങനെ മാറുന്നതായാണ് കാണുന്നത്? എല്ലാവരും മാറുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒ പിയിൽ കാണുന്ന പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ കാണുന്നത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ക്യാൻസറിനെ നേരിടുന്ന ഒട്ടനവധി പേഷ്യൻസിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഒരു 6-7 വർഷം മുമ്പാണെങ്കിലും നമ്മൾ കാണുന്ന പേഷ്യൻസ് പലരും റിലേറ്റീവ്ലി ഒരിത്തിരി ഒരു മെൻ്റലി ക്യാൻസർ ആണെന്ന് അറിയുമ്പോൾ കുറച്ചും കൂടെ ബ്രോക്കൺ ആവുന്ന ആൾക്കാരും, അല്ലെങ്കിൽ ഇനി എനിക്ക് ഒരു ഫർദറായിട്ടൊരു ലൈഫില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുമായിരുന്നു. ഇപ്പോഴും ഓഫ് കോഴ്സ് അങ്ങനത്തെ ആൾക്കാരുണ്ട്, പേഷ്യൻസ് ഉണ്ട്. പക്ഷേ സ്റ്റിൽ ഈ പറഞ്ഞ ഒരു അവയർനെസ്സിൻ്റെ ഫലമായിട്ടോ എന്തുകൊണ്ടോ ഒട്ടനവധി പേഷ്യൻസ് ഇപ്പോൾ ഈവൻ സ്റ്റേജ് 4 ആണ്, എനിക്ക് 4ാമത്തെ സ്റ്റേജ് ക്യാൻസർ ആണ് എന്നറിഞ്ഞിട്ട് പോലും അതിനെ വളരെ ധൈര്യത്തോടെ നേരിടുന്ന, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നേരിടുന്ന ഒരു സമൂഹത്തിലുള്ള ഒട്ടനവധി പേഷ്യൻസിനെയാണ് നമുക്ക് കാണാൻ കഴിയുക. പിന്നെ നമ്മൾ അവരെ പ്രോപ്പറായിട്ട് കൗൺസിൽ ചെയ്യുക, നമ്മൾ വളരെ സ്നേഹത്തോടെ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നു, അവർക്ക് ഒരു സൈക്കോ സോഷ്യൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളൊരു ഫാക്ടേഴ്സ് കൊണ്ട് തന്നെ പേഷ്യൻസിന് ഇപ്പോൾ ആ ഒരു ചിന്താഗതിയിലൊരു പതുക്കെ ഒരു പാരഡൈം ഷിഫ്റ്റ് നമുക്ക് തന്നെ വിസിബിളായി കാണാൻ കഴിയുന്നുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് ഏറ്റവും പ്രശ്നം വരുന്നത് ഈ മുടി കൊഴിക്കുന്നു, അങ്ങനത്തെ സൈഡ് എഫക്ട്സുകളായിരിക്കും. എന്തൊക്കെയാണ് കോമൺലി നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സൈഡ് എഫക്ട്സുകൾ? എന്തൊക്കെ? മുടി കൊഴിയും. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ ഒരു കീമോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിൽ നമുക്ക് തടയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അപ്പോൾ പക്ഷേ പോയതിനെക്കാട്ടി നല്ല രീതിയിൽ തന്നെ മുടിയെല്ലാം തിരിച്ച് വരികയും ചെയ്യും. അപ്പോൾ എല്ലാ ക്യാൻസറുകൾക്കും മുടി കൊഴിച്ചിലുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവത്തൊന്നുമില്ല. അപ്പോൾ ഓരോ സൈറ്റ് സ്പെസിഫിക് ആയിട്ടാണ്. ഇപ്പോൾ കുടലിലെ ക്യാൻസർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കീമോ എടുക്കുകയാണെങ്കിൽ ചില കീമോസ് എടുക്കുമ്പോഴേക്കും മുടി കൊഴിച്ചിലൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ബ്രസ്റ്റ് ക്യാൻസറിന് എടുക്കുന്ന കീമോതെറാപ്പിക്കാണെങ്കിൽ മുടി കൊഴിച്ചിലുണ്ടാവാം. ഇത് ഇപ്പോൾ തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ തടയാനായിട്ടുള്ള ഒട്ടനവധി ട്രീറ്റ്മെൻറ്റ്സ് മീൻസ് പ്രിവെൻറ്റീവ് സെറ്റപ്സ് ഒക്കെ ഇന്ന് അവൈലബിൾ ആണ്. സ്കാൽപ്പ് കൂളിംഗ് ടെക്നിക്കൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അതൊക്കെ തടയാം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മൾ അതിനെ ഈ സൈഡ് എഫക്ട്സിനെ ഫോക്കസ് ചെയ്യുന്നതിനെക്കാട്ടിയും പേഷ്യൻസിൻ്റെ അടുത്ത് നമ്മൾ എപ്പോഴും പറയുന്നത് ഇത് ചെയ്താലുണ്ടാകുന്ന ഗുണമാണ്. ഇപ്പോൾ കീമോതെറാപ്പി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫ് എത്രത്തോളം മാറാം, അല്ലെങ്കിൽ നമുക്ക് ക്യാൻസറിനെ എത്രത്തോളം പ്രിവെൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു സർജറി, ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഒരു 80-85% ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ ഒരു സർജറി ചെയ്ത് കഴിയുമ്പോൾ തന്നെ കഴിയും. പക്ഷേ ബാക്കിയുള്ള ഒരു വർഷമായിരിക്കും കീമോതെറാപ്പിയും റേഡിയേഷനും എല്ലാം കൂടെ ചിലവാക്കുന്ന സമയം. പക്ഷേ ആ ഒരു വർഷത്തെ സമയം കൊണ്ട് നമുക്ക് വീണ്ടും ക്യാൻസർ വരാനുള്ള സാധ്യതയാണ് നമ്മൾ കുറച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഒരുവിധപ്പെട്ട എല്ലാ സൈഡ് എഫക്ട്സും റിവേഴ്സിബിളാണ്. മുടി കൊഴിച്ചിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ചില കീമോതെറാപ്പി എടുക്കുമ്പോൾ കൈയും കാലും ചെറിയ തരിപ്പായിട്ടുണ്ടാവാം, കൈകാലിലെ ചെറിയ നിറവ്യത്യാസം, ചെറിയൊരു കരുവാളി പോലെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനത്തെ ഏത് സൈഡ് എഫക്ട്സ് ആയിക്കോട്ടെ, ഒരുവിധപ്പെട്ട എല്ലാ സൈഡ് എഫക്ട്സും റിവേഴ്സിബിളാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് വീണ്ടും ശരിയാക്കാവുന്ന ഒരു കാര്യത്തെ ആലോചിച്ച് നമ്മൾ ക്യാൻസർ വീണ്ടും വരാനുള്ളൊരു റിസ്കിനെ ഒഴിവാക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അപ്പോൾ നമുക്ക് ഇത് നമ്മളെപ്പോഴും കൗൺസിൽ ചെയ്യുന്നത് പോയതിനെക്കാട്ടി നല്ല രീതിയിൽ മുടി വീണ്ടും വരും. അപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട, നമുക്ക് ക്യാൻസർ വീണ്ടും വരാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടതെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഡ് എഫക്ട്സിനെ പറ്റി നമ്മളിപ്പോൾ അധികം, പിന്നെ ഇതിൻ്റെ കൂടെ പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടനവധി സൈഡ് എഫക്ട്സിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പം ഛർദിൽ, ഓക്കാനം മുതലായ സൈഡ് എഫക്ട്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അതിന് കീമോയ്ക്ക് മുമ്പ് തന്നെ ഇഞ്ചക്ഷൻ കൊടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് കൊടുക്കുക. കീമോതെറാപ്പി എടുത്ത് വീട്ടിൽ പോകുകയാണെങ്കിൽ ഒരു 3-4 ദിവസത്തേക്ക് അതിൻ്റെ ഗുളിക കഴിക്കുക. അപ്പോൾ പേഷ്യൻറ്റിന് വലിയ കാര്യമായ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ കൊടുക്കാം എന്നുള്ളത് തന്നെയാണ് എപ്പോഴും നമുക്ക് നമ്മുടെ ചിന്ത, മീൻസ് നമ്മുടെ സ്പെഷ്യാലിറ്റിയുടെ ചിന്തയും ആ ഒരു സൈഡിലോട്ടാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ചോദിക്കാനുള്ളൊരു കാര്യമാണ്, ഈ ക്യാൻസർ ഒരിക്കൽ വന്നയാൾ പിന്നെയും ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോകലല്ല, പിന്നെയും ഡോക്ടറുമായിട്ടൊരു ബന്ധം കീപ്പ് ചെയ്യണം, ടെസ്റ്റുകൾ നടത്തണം, അങ്ങനെയുണ്ടോ? ഓഫ് കോഴ്സ് ഉണ്ട്. ക്യാൻസറിൻ്റെ അസുഖം ഇപ്പോൾ ഏർലി സ്റ്റേജ്, ലോ റിസ്ക്, ഏറ്റവും പ്രാരംഭഘട്ടത്തിലുള്ള ഒരു അസുഖമാണ്, ഫസ്റ്റ് സ്റ്റേജ് ക്യാൻസറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ക്യാൻസർ തന്നെയാണ്. അപ്പോൾ നമുക്കത് ക്യാൻസറിന് എപ്പോഴും വീണ്ടും വരാനുള്ള ചെറിയ സാധ്യത എന്ന് നിലനിൽക്കുന്നുണ്ട്.
അപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെയും നമുക്ക് ഓക്കെ സർജറി കഴിഞ്ഞു, പൊക്കോളൂ, ഇനി വരണ്ട എന്ന് പറഞ്ഞ് പോകാൻ കഴിയില്ല. അല്ലെങ്കിൽ കീമോതെറാപ്പി കഴിഞ്ഞു, ഇനി ട്രീറ്റ്മെൻറ്റ് വേണ്ട എന്ന് പറഞ്ഞ് നമുക്ക് വീട്ടിലോട്ട് വിടാൻ കഴിയില്ല. കാരണം വീണ്ടും വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ, ചിലപ്പോൾ 2 വർഷമോ 3-4 വർഷമോ നമ്മൾ ഇത്തിരി ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യും പേഷ്യൻറ്റിനെ. നമ്മൾ പറയും ഓക്കെ 2 മാസം കഴിഞ്ഞ് വരൂ, അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞ് വരൂ, അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞ്. ഈ 3 മാസം എന്നുള്ളത് കുറച്ച് കഴിയുമ്പോഴേക്കും 6 മാസം ആക്കും. ഇപ്പോൾ ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 5-10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വർഷത്തിൽ ഒരിക്കൽ വന്നാൽ മതി, വർഷത്തിൽ ഒരിക്കൽ OP വിസിറ്റ് വന്നാൽ മതി. അപ്പം നമുക്ക് ഈ ക്യാൻസർ എപ്പോഴും വീണ്ടും വരാനുള്ള ഏറ്റവും സാധ്യത കൂടിയ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള അടുത്തുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞുള്ള ഉടനെ ഉള്ള സമയത്ത് നമ്മൾ ക്ലോസ് ഫോളോ അപ്പ് ആയിട്ട് പേഷ്യൻറ്റിനെ കീപ്പ് ചെയ്യുകയും അങ്ങോട്ട് പോകുന്തോറും ഈ ക്ലോസ് ഫോളോ അപ്പ് എന്നുള്ളത് മാറ്റി ലോങ് ഫോളോ അപ്പ് ആക്കുകയും ചെയ്യും. പക്ഷേ ഫോളോ അപ്പ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് വേണം, ലോങ് ഫോളോ അപ്പ് വേണം. ഇപ്പോൾ 25 വർഷം കഴിഞ്ഞാണെങ്കിലും വർഷത്തിൽ ഒരിക്കലാണെങ്കിലും വരിക, ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് 25 വർഷം കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിലും ഒരിക്കലെങ്കിലും വരിക എന്നുള്ളതാണ് നമ്മളവിടെ ഫോളോ ചെയ്യേണ്ട കാര്യം. ഡോക്ടർ, ഈ ക്യാൻസർ പോലെ തന്നെ ചില സുഹൃത്തുക്കളായ ഡോക്ടറൊക്കെ സംസാരിച്ച് കേട്ടിട്ടുണ്ട്, ക്യാൻസർ പേടിയോടെ നിങ്ങളെ കാണാൻ വരുന്ന വളരെ ഹെൽത്തി ആയുള്ള മനുഷ്യരെ പറ്റി. അത്തരം അനുഭവങ്ങളോ അല്ലെങ്കിൽ അത്തരം കേസസോ കാണാറുണ്ടോ? ഓഫ് കോഴ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് OP പേഷ്യൻസ് വരുന്നുണ്ട്, ചുമ്മാ ഒരു ക്യാൻസറും കാണത്തില്ല, ഫാമിലി ഹിസ്റ്ററി ഒന്നും കാണത്തില്ല. അതൊക്കെ നമുക്ക് നാച്ചുറൽ സിനാരിയോ ആണെന്ന് പറയാം അല്ലേ, ഒരു ക്യാൻസർ ഉണ്ടോ എന്ന് ചെറിയൊരു പേടിയുള്ളത്. പക്ഷേ എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ട് വീണ്ടും വന്ന് ടെസ്റ്റ് ചെയ്യുക, ഒരു ക്യാൻസർ ഫിയർ ആയിട്ട് തന്നെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് പേഷ്യൻസ് ദേ ലിറ്ററലി സെഡ് മീൻസ് അവർ പറഞ്ഞു, അവർക്ക് ഡോക്ടർ എൻ്റെ OP കരഞ്ഞിട്ടുള്ള പേഷ്യൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ക്യാൻസർ ആണോ എന്നുള്ള പേടി കാരണം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തന്നെ ഉള്ളിലറിയാം എനിക്ക് ക്യാൻസർ ഇല്ല, പക്ഷേ എന്നാലും എനിക്ക് ക്യാൻസർ ഉണ്ടോ എന്നുള്ള പേടി കൊണ്ട് ടെസ്റ്റ് ചെയ്ത് എൻ്റെ പൈസ മൊത്തം ഡ്രെയിൻ ചെയ്ത് പോവുകയാണ് എന്ന് പറയുന്ന പേഷ്യൻസ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അവസാനം നമ്മൾ അവരെ സൈക്കോളജി കൗൺസിലിങ്ങിന് വിടുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ബേസിക് ലെവൽ ഓഫ് അവെയർനെസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ കാര്യം. നമ്മൾ ഇപ്പോൾ ഇത്രയും നേരത്തെ നമ്മുടെ ഡിസ്കഷൻസിൽ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഹാബിറ്റ്സ്, സെൽഫ് എക്സാമിനേഷൻ, സ്വയം പരിശോധിക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ബേസിക് സ്ക്രീനിങ് നടത്തുക. അല്ലാണ്ട് അതിൽ ഒത്തിരി ആങ്ഷ്യസ് ആയിട്ട് നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിനെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലോട്ട് ചിന്തകളും എല്ലാം കൊണ്ടുപോകേണ്ട കാര്യമില്ല. അത് നമ്മുടെ 2 ഹെൽത്തിനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത് അല്ലേ, നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നു, ഫൈനാൻഷ്യൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിലോട്ട് പോകാതെ ബേസിക് ലെവൽ ഓഫ് അവെയർനെസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ചെയ്യേണ്ട കാര്യം. ഡോക്ടർ, നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ചോദിക്കട്ടെ, ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ ഈ മറക്കാനാവാത്ത ചില മുഖങ്ങൾ ഉറപ്പായും ഉണ്ടാവും, നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ചില കേസോ മുഖങ്ങളോ അങ്ങനെയുണ്ടോ? ഇപ്പോൾ ഏത് ക്യാൻസർ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് 4 പേഷ്യൻ്റ്, ക്യാൻസർ പേഷ്യൻ്റ് എങ്ങനെ ക്യാൻസറിനെ നേരിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു വർഷം മുമ്പാണെങ്കിലും ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ഒരു 90 വയസ്സായിട്ടുള്ള ഒരു അപ്പച്ചനുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരന് ക്യാൻസറിനെ പറ്റി എല്ലാം അറിയാം. വയറിലെ ആമാശയ ക്യാൻസർ ആയിരുന്നു. ക്യാൻസറിന് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വളരെ ഹൈ ലെവലായിട്ടുള്ള ഒരു ഓഫീസറായിട്ടുള്ളായിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ പുള്ളി മരിക്കുന്നതിൻ്റെ തലേന്നത്തെ ദിവസം പോലും ഫ്രാങ്ക്ലി നമ്മൾ ഓപ്പൺ കോൺവെർസേഷൻ പോലെയായിരുന്നു. അപ്പോൾ പുള്ളിക്കറിയാം ഐ ആം ഗോയിങ് ടു എക്സ്പയർ, ഞാനിപ്പോൾ നാളെയോ മറ്റന്നാളോ മരിക്കാൻ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുവാണെങ്കിലും പുള്ളി എൻ്റെ അടുത്ത് തുറന്ന് പറയാം, ഡോക്ടറെ ഞാൻ ഇതിപ്പോൾ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടോ, മെച്ചമുണ്ടോ, ചെറിയ മെച്ചം ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തോളൂ എന്ന് പറയും. എന്നിട്ട് അവസാനത്തെ നിമിഷം ഒരു ചെറിയൊരു റേഡിയേഷൻ കൊടുക്കാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ റേഡിയേഷൻ എടുക്കുമ്പോഴും പുള്ളിക്ക് യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നാലും പുള്ളി പറയുന്നത് ഓക്കെ എനിക്ക് ചെറിയ മെച്ചം ഉണ്ടെങ്കിൽ ഡോക്ടർ എടുത്തോ എന്ന് പറയും. അപ്പോൾ വളരെ ഗ്രേഷ്യസ് ആയിട്ടുള്ളൊരു ഡെത്തായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് വളരെ റെസ്പെക്റ്റോടെ ഞാൻ കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ് പുള്ളി. അതുപോലെ തോന്നിയിട്ടുള്ളൊരു ഇതാണ് ഒരു സ്റ്റേജ് 4 ക്യാൻസർ ഇപ്പോഴും പേഷ്യൻ്റായിട്ടുണ്ട്. അപ്പോൾ അമ്മ നമ്മുടെ OP കാഷ്വാലിറ്റി വരുമ്പോൾ നടക്കാനൊന്നും കഴിയില്ലായിരുന്നു. അപ്പോൾ ഒരു സ്റ്റേജ് 4 ക്യാൻസർ ആയിരുന്നു, സ്റ്റേജ് 4 ലങ് ക്യാൻസർ ആയിരുന്നു. 4ാമത്തെ സ്റ്റേജിലേക്ക് ലങ് ക്യാൻസർ ഒട്ടനവധി സ്ഥലങ്ങളിലോട്ട് പടർന്നിട്ടുള്ളൊരു ക്യാൻസർ. എന്നിട്ട് നമ്മുടെ കീമോതെറാപ്പി ഇഞ്ചക്ഷൻസൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അമ്മ പതുക്കെ വീൽ ചെയറിലായി, പിന്നെ നടക്കാൻ തുടങ്ങി. അപ്പോൾ പേഷ്യൻ്റ് വാസ് വെരി ഹാപ്പി. നമ്മൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ഫേസിലൂടെ പേഷ്യൻ്റ് ഇപ്പോഴും കടന്നു പോവുകയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിനും അറിയാം, പേഷ്യൻ്റെ ബൈസ്റ്റാൻഡറിനും അറിയാം എനിക്ക് എൻ്റെ വൈഫിന് ഒരു 4ാമത്തെ സ്റ്റേജ് ക്യാൻസറാണ്, അല്ലെങ്കിൽ പേഷ്യൻറ്റിനും അറിയാം എനിക്ക് 4ാമത്തെ സ്റ്റേജ് ക്യാൻസറാണ്. പക്ഷേ അവരത് വളരെ ഗ്രേഷ്യസ് ആയിട്ടാണ് നേരിടുന്നത്. അപ്പോൾ ഒരിക്കൽ എൻ്റെ അടുത്ത് ബൈസ്റ്റാൻഡർ ഇങ്ങനെ തന്നെ സംസാരിച്ചിട്ടുണ്ട്, ഡോക്ടർ ഇനി അവൾക്ക് എന്തെങ്കിലും പറ്റിയാലും എനിക്ക് കുഴപ്പമില്ല, അവൾ മരിച്ചു പോയാലും എനിക്ക് കുഴപ്പമില്ല, കാരണം ഞാൻ എങ്ങനെ അവളെ ഉയർത്തിക്കൊണ്ട് വരണം എന്നാഗ്രഹിച്ചോ അതുപോലെ ഞാൻ അവളെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടും എൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൊണ്ടും ഞാൻ അവളെ ഇത്രയും പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഗൂസ് ബംസ് മൊമെൻറ്റ് പോലെയാണ് എനിക്ക് തോന്നിയിരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ പറയുകയും ചെയ്തു. കാരണം നമുക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് ഒരു സ്റ്റേജ് 4 ക്യാൻസർ പേഷ്യൻറ്റ് ഹൗ ദേ സീ ദ ഡിസീസ്. ഈവൻ ഞാൻ പോലും അങ്ങനെ അത്രയും ഗ്രേഷ്യസ് ആയിട്ട് ചെയ്യുമെന്ന് അതിനുള്ളൊരു മനക്കെട്ടി ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല, ബേസിക്കലി അറിയില്ല. കാരണം
ക്യാൻസർ എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു വികാരമാണ്. നമുക്ക് ഈ നിമിഷം നമ്മൾ ക്യാൻസറായിട്ട് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്താഗതിയും നമ്മുടെ ജീവിത രീതിയും എല്ലാം മാറും. നമ്മൾ തളർന്നു പോകും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് സ്റ്റേജ് 4 ക്യാൻസർ ആണെന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് അതിനെ എത്രയും ഒഡേഷ്യസ് ആയിട്ട് അതിനെ നേരിടാൻ പറ്റുക, ഗ്രേഷ്യസ് ആയിട്ട് നേരിടാൻ പറ്റുക എന്നുള്ളതാണ് അതിലെ ഒരു വലിയൊരു കാര്യം. അപ്പോൾ അത് ഈവൻ ബൈസ്റ്റാൻഡറിൻ്റെ നിന്ന് തന്നെ ഇങ്ങനെ കേൾക്കുക എന്ന് പറഞ്ഞാൽ അത്രയും. അപ്പോൾ ഒരു ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പേഷ്യൻ്റ് ആൻഡ് ബൈസ്റ്റാൻഡർ രണ്ടുപേരും അതിനെ നേരിടുക. ഒരു 4 സ്റ്റേജ് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പോലും ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ശിഷ്ടകാലം അല്ലേ, 4 സ്റ്റേജ് ക്യാൻസർ ആണെങ്കിൽ ചിലപ്പോൾ ഒരു വർഷമോ 2 വർഷമോ 3 വർഷമോ 4 വർഷമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ലൈഫ് എക്സ്പെക്റ്റൻസി. പക്ഷേ നമുക്കാണെങ്കിലും എത്ര ആയുസ് കാണും അല്ലേ, ചിലപ്പോൾ ഒരു 20 വർഷം 30 വർഷമാണ്. അപ്പോൾ അതിന് ഒരു 4 വർഷമായിരിക്കും ചിലപ്പോൾ അവർക്കുണ്ടാവുക. പക്ഷേ ആ 4 വർഷം എത്രയും ഗ്രേഷ്യസ് ആയിട്ട് ജീവിക്കുന്നു, അതിനെ എത്ര നല്ല രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പം അങ്ങനെയുള്ള പേഷ്യൻസ് 2-3 പേര് ഉണ്ട്. അപ്പോൾ ഞാൻ അവരുടെ കാര്യങ്ങളാണ് ബാക്കിയുള്ള. ഇപ്പോൾ ചിലർ സ്റ്റേജ് 1 ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് പോലും തളരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മുടി കൊഴിച്ചിലിനെ പേടിച്ചിട്ടും ഒക്കെ തളരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് അമ്മയുടെ അസുഖം മാറില്ലേ, പൂർണ്ണമായിട്ടും മാറുന്ന ഉറപ്പുള്ള ഇതല്ലേ. ഇവിടെ 4ാമത്തെ സ്റ്റേജ് അസുഖം ആൾക്കാർ പോലും ഇതേപോലെ ഒന്നും വിഷമിക്കാതെ വളരെ നല്ല രീതിയിൽ നേരിടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു മെൻറ്റാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആണെന്ന് വിശ്വസിക്കുക, ഡോക്ടറിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. ഒരുവിധപ്പെട്ട എല്ലാ സ്പെഷ്യാലിറ്റീസിലുള്ള ഏത് ഡോക്ടറാണെങ്കിലും പേഷ്യൻ്റെ നല്ലതിനെ നോക്കിയിട്ടായിരിക്കും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ വിഭാഗത്തിലാകുമ്പോൾ നമുക്കതൊരു എമ്പതി ഫീലിംഗ് വളരെ കൂടുതലും കൂടെ ആയിരിക്കും. അപ്പോൾ കംപ്ലീറ്റ്ലി ഡോക്ടറിനെ വിശ്വസിച്ച് ട്രീറ്റ്മെൻറ്റിനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക, അതിനെ വളരെ ഗ്രേഷ്യസ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം. പറഞ്ഞതെന്ന് എനിക്ക് തോന്നിയൊരു കാര്യം, പേഷ്യൻറ്റിൻ്റെ അതുപോലെ ബൈസ്റ്റാൻഡറുടെ ഒക്കെ ഒരു മനോഭാവം, അത് ഈ ട്രീറ്റ്മെൻറ്റിലായാലും അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിലായാലും വലിയ പങ്ക് വഹിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഈ നമുക്കൊരു പോസിറ്റീവ് മെൻ്റൽ ഹെൽത്ത് എങ്ങനെയാണ് ഈ ക്യാൻസർ സർവൈവലിന് സഹായിക്കുക എന്ന് പറഞ്ഞത് നമുക്ക് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി കാലം മുമ്പ് വരെയാണെന്നുണ്ടെങ്കിൽ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് ഡിസ്ക്ലോസ് ചെയ്യാൻ ഭയങ്കര മടിയുള്ളൊരു കാര്യമായിരുന്നു. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ക്യാൻസറിനാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. ഒരുവിധപ്പെട്ട ഒട്ടനവധി മൊഡാലിറ്റീസ്, ന്യൂവർ തെറാപ്പീസ്, ടാർഗറ്റഡ് തെറാപ്പി, ഇമ്മ്യൂണോ തെറാപ്പി, റേഡിയേഷനിലാണെങ്കിലും പുതിയ മൊഡാലിറ്റീസ് വരുന്നു. അപ്പോൾ ഒട്ടനവധി റിസർച്ച് നടക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഈ റിസർച്ചിൻ്റെ എല്ലാം ഫലം പേഷ്യൻ്റെ സൈഡിലോട്ട് എത്തുന്നുമുണ്ട്. മരുന്നിൻ്റെ രൂപത്തിലാണെങ്കിലും ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസിൻ്റെ രൂപത്തിലാണെങ്കിലും ഒക്കെ എത്തുന്നുമുണ്ട്. അപ്പോൾ അതിനെ ഒരു വളരെ സ്ട്രോങ് ആയിട്ട് നേരിടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാം, ഓക്കെ ക്യാൻസർ ഇത്രയും ട്രീറ്റ്മെൻറ്റ്സ് ഇന്ന് അവൈലബിൾ ആണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ നമ്മുടെ സൈഡിൽ നിന്ന് പേഷ്യൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ വളരെ നല്ലൊരു മനഃശക്തിയോടെ പോസിറ്റീവായിട്ട് നേരിടുക. ഇപ്പോൾ വിദ്യ പറഞ്ഞതുപോലെ നമ്മളതിൻ്റെ ഒരു ബൈസ്റ്റാൻഡർ ആസ്പെക്റ്റും കൂടെ നോക്കുകയാണെങ്കിൽ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ബൈസ്റ്റാൻഡർ ആണെങ്കിൽ കാരണം അവർക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ സ്ഥിരം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടനവധി വർഷം ഈ പേഷ്യൻ്റ് ആയിരിക്കാം ബൈസ്റ്റാൻഡറിനെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി ബൈസ്റ്റാൻഡറിന് കിട്ടിയേക്കുന്ന ഒരു ഗോൾഡൻ ചാൻസ് ആയിരിക്കാം ഒരു ബാക്കിയുള്ള സമയത്ത് തിരിച്ച് ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു മ്യൂച്വലായിട്ട് വളരെ സ്നേഹത്തോടെ പോസിറ്റീവായിട്ട് ഡോക്ടറിൽ വിശ്വാസം അർപ്പിച്ച് ട്രീറ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോവുക, അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് നമ്മൾ കാണുന്നുമുണ്ട്. ഡോക്ടർ, അപ്പോൾ സത്യത്തിൽ ഞാൻ ഈ ടോക്കിന് വരുമ്പോൾ കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള ഒരു സ്പെഷ്യലൈസേഷനാണ്, അതിൻ്റെ ഒരു ഇൻഹിബിഷൻ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ടോക്കായിരുന്നു. ഒരുപാട് നന്ദി. താങ്ക് യു.